Link I have sent by WhatsApp. Okay. Chat ലും കൂടി ഇടാൻ വേണം. Link I have sent by WhatsApp. Chat ലും കൂടി ഇടാൻ വേണം. എന്താണ് ഇരട്ടിപ്പ് വരുന്നേ? അത് ഇവിടെ യൂട്യൂബ് ഉള്ളതുകൊണ്ടാണ്. സോ ഞാൻ ഓഫ് ചെയ്യും. ഓക്കെ. Good morning, everybody. Screen already set ആണല്ലേ? ഗ്രീൻ സ്ക്രീൻ അല്ലേ ഇപ്പൊ കാണുന്നത്? സ്ക്രീൻ ഒരു നമ്മുടെ നോട്ടീസും ഞാൻ ആ നോട്ടീസിൽ പുതിയത് സാറിന് സെൻഡ് ചെയ്തിരുന്നു വിത്ത് ടൈം ആൻഡ് ഡേറ്റ്. ഞാൻ പിന്നീടാണ് റിയലൈസ് ചെയ്ത ടൈമും ഡേറ്റും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ പിന്നെ അതും കൂടി ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ യൂട്യൂബ് ലിങ്ക് ക്യാൻ ബി ഷെയർഡ് ടു ദോസ് ഹു ആർ എന്ററിംഗ് ത്രൂ യൂട്യൂബ്. ഞാൻ അത് എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ? ഞാൻ കൊടുത്തു. ഓക്കെ, ഞാനിപ്പം ഷെയർ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ടീച്ചേഴ്സിന്. അവര് ഷെയർ ചെയ്തിട്ടുണ്ട്, അവര് കയറുന്നുണ്ട്. അല്ല, ക്ലാസ് റൂമുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. 11A ഷെയർ ചെയ്തു, 11E ഷെയർ ചെയ്തു. എനിക്ക് എടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും എടുത്തു വെക്കണം അല്ലേ? അത് ഞാൻ പക്ഷെ ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, 2 സാറന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താവും അവസ്ഥ എന്ന് അറിയാൻ പാടില്ല. അവരോട് വാട്സാപ്പിൽ ചോദിച്ചാൽ മതി whether they can see it or not. ഓക്കെ. ഗ്രൂപ്പില് യാസിറിനെ കണ്ടപ്പോഴാണ് കാര്യം ഓർത്തത്. സ്റ്റുഡന്റ് അവര് ഒരു 3 കുട്ടികള്, അവര് 7ാം ക്ലാസ് തൊട്ട് എന്തോ സ്റ്റാർട്ടപ്പ് ഒക്കെ ഉള്ള ടീമുകളാണ് കേട്ടോ. തിരുവനന്തപുരത്തുള്ളവര് അവരിവിടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. എനിക്ക് 3 പേരുടെ ഒരു ഗ്രൂപ്പ്.
യാസറിന്റെ ഇത് കണ്ടതായിരുന്നു, പക്ഷെ ഇപ്പൊ കാണാനില്ല.
രാജേഷ് സാറേ, നമുക്ക് ഈ യൂട്യൂബിൽ എത്ര പേരുണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഹലോ, അറിയാൻ പറ്റും. യൂട്യൂബിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഹൗ മെനി ആർ ലൈവ് എന്നുണ്ടാവും ഇവിടെ. ഞാനൊന്ന് കേറി നോക്കി. ഏതെങ്കിലും ഒരു ടീച്ചറെ ഏൽപ്പിച്ചാൽ മതി. ഏതാ? ഒരു ടീച്ചറിന് ഒന്നോ രണ്ടോ 33, 39 വാച്ചിങ് നൗ എന്നൊക്കെ വരുന്നത്. ശരി, ശരി ശരി ശരി. ഓക്കെ. So we are receiving good morning from both Zoom and YouTube. Good morning, everybody. Thank you very much. Okay. Alan is updating on that. 39 are there in YouTube, I think. 39. Okay. നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? വെയിറ്റ് ചെയ്യണോ ഇച്ചിരി നേരം കൂടി? കുഴപ്പമുണ്ടോ? ഇല്ല, നോക്കാം. ഇച്ചിരി നേരം കൂടി വെയിറ്റ് ചെയ്യാം. The technical jury of Kerala State Council for Science, Technology and Environment Day. എന്താണ് അവിടുത്തെ ഒരു what is your work there actually? That's actually related to project selection. They are funding some of the projects and they're even conducting some project competitions. Okay. Project selection. Okay, okay. Adinatha, what is the kind of help that you can give me as a principal of the school? They are basically Okay, sorry. Funding for many programs. I usually get funding being Kerala government, it is minimum, but I got around 4 times 25,000 rupees while I was in Pune and in model also. I think we will discuss that. For okay. Schools also there are possibilities, especially related to environment and Bhumitra. Will there be any chance for us to put a solar panel? No, they are not directly funding for infrastructure. So, okay. Projects but they are basically interested in promoting ideas. Ideas. Not for purchase kind of things. Environment but we have increased chance of getting funds being a government organization. Okay, okay. Some other agencies are also there. Probably we can discuss of the okay. Chairman VKC Charitable Trust Vaikyam. VKC endo അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്. നോട്ട് ടെക്നിക്കൽ. VKC അതിന്റെ ഫുൾ നെയിം പറഞ്ഞേ. അത് നമ്മുടെ ഒരാളുടെ പേരാ. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ദാറ്റ് വി ആർ ഡൂയിങ്. വൈക്കാണല്ലോ എന്റെ സ്ഥലമല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. Okay. I think we'll start. നമ്മള് സമയത്ത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നാണ് എനിക്ക് തോന്നണേ, അല്ലേ? ഹലോ. Yeah, well, you are muted, teacher. Your mic is off. Hello. Okay, I think we'll begin.
Yeah, we can. Okay. Good morning, my dear students and my dear friend and colleague, Dr. M.V. Rajesh. M.V. Rajesh and me, we actually worked together at the beginning of my stage in IHRD, that is in Model Polytechnic College, Mala. Both of us were the lecturers there. So I know him from then. He's such a different personality, I must say, in the sense he is very efficient and he is down to earth person, and he can walk into, stay in your shoes and look into the matters. That's the special quality I have seen in Dr. M.V. Rajesh. Now, talking about his current positions, I will need at least 15 minutes to talk about him. So I'm not going deep into that. I'm just giving you the main points. Like, he's the vice chairman of Institution of Electronics and Telecommunications Engineers Cochin Center, with the charges of IETE Students Forum. He's also the state coordinator of Computer Society of India. And again, he's also the vice chairman of IEEE, that is the Institution of Electrical and Electronics Engineers, chair Signal Processing Society, and like that, he's got a number of things. And I'm not going through all those. He has published 26 papers in the international and national conferences and selected international journals. He has his doctorate in intelligent signal processing from the divisions of Electronics, School of Engineering, KULAT. And now he is working as the associate professor in the Department of Electronics, Model Engineering, Trikakara. He has been also the principal of Ilahia School of Engineering, Science and Technology earlier for 4 years, from 2012 to 16, and so many other positions in different colleges of IHRD and others. He's also having affiliations as life member, Institution of Engineers India, then fellow of Institution of Electronics and Telecommunication Engineers, computers as life member of Computer Society of India, and so on. So he's got a lot of positions where he manages, I think, very well. I welcome you with all my heart, Dr. M.V. Rajesh, to this function or to this program where you are talking to my students, my newcomers, freshers of the school, about how the post-COVID educational and the job scenario, that is the topic you're mentioning. And as I know you're talking mostly about the career-oriented studies and all that. So a very hearty welcome, sir. And I welcome all my dear students also for this function. As online, we'll have a great time. I hope, and I request you guys to also elicit all what you need from him. That's what I'll say. So take your paper and pen ready and keep up with the points, what he's saying, and take down doubts that is arising. Keep it up, and we'll go for the QA session, and there you can deal with it. And again, once again, I welcome you, sir, and all the students. And a request to my students is, those who can, please switch on the video and stay. And whenever you want to talk also, or you raise your hand also, you should have your video on. That's my request, and thank you very much. Thank you, sir, and over to you. Thank you very much, Salina ma'am. It's a very pleasant opportunity that I got a chance to interact with the students of
model technical higher secondary school. Uh, when I talk to you from model engineering college, of course, we are under the same umbrella called the institution. First of all, I would like to congratulate all of you, including all the students and the parents, for choosing the technical higher secondary school at Kalur for your +2 courses. So I am not basically trying to campaign for the higher secondary school, technical higher secondary school. Rather, my objective will be to very honestly discuss what are the advantages of this particular course. And when we look from college background, the students, especially the students coming from the technical higher secondary school, how they are going to be different from other students, can share such experiences. And one important point is to engineering. It's not like that. If you're turning out to be an artist, it's always good. This is going to help you. That is my point. It's not just for engineering or medicine alone. Whatever may be your future course of study or your basic interest as a person, this is going to help you. That is my point number one. And I would like to thank Salina, teacher, and all my colleagues there, because in some occasions we work together, now a stream and other institutions. But at the same time, we keep a very good relationship being under the single umbrella. And we are always there to mentor our schools and technical higher secondary schools, polytechnics, and applied science colleges, because the IHRD itself has 90 plus technical institutions. Okay, I will come to such points also for your benefit. And radio communication. Radio communication is one way, if you know. You cannot talk back to the radio, right? It will be an interactive kind of an event that I am planning. And in between, I'll be sharing some slides with you for making our discussions very easy and interesting. So this is the plan. And my first point is, in the particular syllabus of the technical higher secondary school under IHRD is a most suitable one for the current scenario, because we are all passing through a very strange situation of COVID. And I don't have any guarantee that all of you are listening. The advantage for the students is that you can log in and escape, right? So it's pretty commonly happening. But at the same time, there are going to be very phenomenal kind of changes in education. So we will discuss about that also. And you know, the technical high secondary background will definitely empower you. See, the name of our department is Institution of Human Resources Development. This is very important. Human resources means we are basically, India is the supplier of laborers, starting from labor jobs to scientists to the entire world. So in that respect, developing quality manpower has become a primary responsibility. I will come to that also in detail. So because of all these things, it is very, very important that this syllabus will equip you to meet the challenges of the world. So this is what my first point is. Second point, when I am coming from a college environment, I was the placement officer for quite a long period at Model Engineering College, and almost every other engineering colleges where I worked. And Model Engineering College, if you know, is one of the places where the placement is happening in very good extent. College of Engineering, Trivandrum, and NIT Calicut. I studied in NIT Calicut also. And basically, I am a product of Model Engineering College for BTech. MTech, I did in NIT Calicut. So these are the three institutions where placements are happening in good numbers. Starting from Google to any startup is coming to Model Engineering College. So when we think in terms of the job scenario, this is very important for all of you in future. I can say that your choice of +2 and technical higher secondary is going to be very, very important. So with this introduction, I will come to more and more stories soon. These are all from my experience that I'll be talking about. So let us now try to share some of the slides and come to a story. I'll start with the story. Usually I'm telling this story for every student which I'm meeting nowadays. So this is such an important story. Okay, just before going to the story, can you tell me whether the new slide is now visible?
Yes, sir. Okay, thank you. Yes, sir. Okay, so what I'm planning is I may probably turn off my video because the slides are more handsome than me. So we will concentrate on that. And okay, occasionally when we try to talk to each other, we will definitely turn on this. Okay, whenever somebody want to see me, please tell, I can turn on the video. This is a very important statement I have come across very recently. Schools, as we know, it is over. What comes next? This is very important. You know that schools, the conventional school system is no more, right? You are all sitting in online classes. I'm saying, I consciously said it, you are all sitting in online classes. I'm not sure whether you're listening or understanding. There are so many questions on the learning and other kind of things, challenges on that. But anyway, when we think about education like this slide is very interesting. I think all of you, in between, I think all of you can understand English. Is there any challenges? Whether I need to switch to Malayalam in between, I can do that also. That's why. If it is comfortable, we will go like this because you should learn English also. I think you can mix up both. Because Okay. എല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇംഗ്ലീഷ് ആണെങ്കിൽ. Okay. No എന്റെ issues. റെഗുലർ ഹാബിറ്റ് ആണ് ഇവിടുത്തെ ഒരു രീതി. ഈ കുട്ടികൾ പുതിയതായതുകൊണ്ട് അറിയില്ല. താങ്ക് യു. എന്തായാലും വിദ്യാഭ്യാസ രംഗമൊക്കെ മാറാൻ പോവുകയാണ്, പ്രത്യേകിച്ച് ഈ കോവിഡും കൂടി വന്നുകൊണ്ട്. അപ്പൊ നിങ്ങൾ യു ഹാവ് സെലക്ടഡ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അത് വളരെ നല്ല ഒരു സെലക്ഷനാണ്. അത് മാത്രമാണോ നല്ല സെലക്ഷൻ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണേൽ പറയാം, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. ബട്ട് ദിസ് ഈസ് വൺ അമംഗ് ദി ബെസ്റ്റ് ചോയ്സസ്. അങ്ങനെ പറയാൻ കാര്യം, പലരും കേട്ടിട്ടുണ്ട് ഇൻഡസ്ട്രി റെവല്യൂഷൻ, അതായത് വ്യവസായിക വിപ്ലവത്തെ കുറിച്ച്. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇൻഡസ്ട്രി റെവല്യൂഷൻ 1, 2, 3. ഇപ്പൊ നമ്മൾ 4ലാണ് നിൽക്കുന്ന പറയുന്നത്. 4 വന്നപ്പോൾ യു ക്യാൻ സീ സം കൈൻഡ് ഓഫ് കണക്ടിവിറ്റി, ഇന്റർനെറ്റ്, അങ്ങനെയുള്ള സിമ്പിളൊക്കെ അവിടെ കാണുന്നുണ്ട്. ആദ്യം എന്താണ് ഇൻഡസ്ട്രി? ഒരു മെക്കാനിക് വർക്ക് മാത്രമാണ്. പിന്നെ കുറച്ചായിട്ട് സ്മാർട്ടായി വരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. ആൻഡ് നൗ ഇൻഡസ്ട്രി 4 എന്ന് പറയുമ്പോൾ ഇത് കൂടുതലും ഇന്റലിജന്റ് മെഷീൻസ് ആൻഡ് സ്മാർട്ട് ഡിവൈസസ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് എവറിഥിങ് ഈസ് സ്മാർട്ട്. അതൊരു പ്രശ്നമാണ്. യുവർ മൊബൈൽ ഫോൺ ഈസ് വെരി സ്മാർട്ട്, യുവർ കമ്പ്യൂട്ടർ ഈസ് വെരി സ്മാർട്ട്, അല്ലെ? കമ്പ്യൂട്ടർ സ്മാർട്ട് ആണ്, മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ എന്നാണ് വിളിക്കുന്നത് തന്നെ. ദെൻ സർക്കാർ പറയുന്നത് ക്ലാസ് റൂംസ് ഷുഡ് ഓൾസോ ബി വെരി സ്മാർട്ട്. ക്ലാസ് റൂമുകളും സ്മാർട്ട് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പലയിടത്തും. ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ഒഴികെ എല്ലാം തന്നെ ഐദർ വെരി സ്മാർട്ട് ഓർ ഓവർ സ്മാർട്ട്, എല്ലാം ചുറ്റുമുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രി 1, 2, 3, 4 ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്കൊരു പ്രശ്നം, ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടത് ഇൻഡസ്ട്രി 1 മുതൽ ഇപ്പൊ 4 നിൽക്കുന്നു. ഇൻഡസ്ട്രി 4 എത്തി നിൽക്കുമ്പോൾ ഇവിടേക്കെല്ലാം വേണ്ട ആളുകളെ കൊടുക്കുന്നത് എഡ്യൂക്കേഷനിൽ നിന്നാണ്. വി ഹാവ് ടു ട്രെയിൻ പീപ്പിൾ. നമ്മളെ ട്രെയിൻ ചെയ്യിക്കണം, വന്നിട്ട് അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്ന വിദ്യാഭ്യാസത്തെ കുറിച്ച് ആരും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. എഡ്യൂക്കേഷൻ 1, എഡ്യൂക്കേഷൻ 2, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിപ്ലവം എന്നൊന്നും ആരും വല്ല പ്രസംഗത്തിലൊക്കെ വെറുതെ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ 1, 2, 3 അങ്ങനെ കൃത്യമായി കേട്ടിട്ടില്ല. ഇതൊരു അത്ഭുതമാണ്. ഇൻഡസ്ട്രി 4 വരെ വളർന്നപ്പോൾ എഡ്യൂക്കേഷൻ ഏകദേശം പഴയ ശൈലിയിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒരു മിസ്മാച്ച് ഉണ്ട്. ഈ മിസ്മാച്ച് ഒക്കെ പയ്യെ മാറാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കോവിഡ് അതിനൊരു കാരണമായിട്ട് വന്നു. ആ ഒരു സാഹചര്യവും അതിൽ നിങ്ങളുടെ സ്ട്രീം ഓഫ് സ്റ്റഡി, ഇപ്പൊ +2 നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ട്രീം നിങ്ങളെ എങ്ങനെയൊക്കെ സജ്ജരാക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ വേണ്ടത് ഈ റിക്രൂട്ട്മെന്റിനൊക്കെ വരുന്ന ആളുകൾ, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ളത് അത് കേൾക്കാനാണ്. എങ്ങനെയാണ് പ്ലേസ്മെന്റ് കാര്യങ്ങൾ, ആളുകളെ ഇൻഡസ്ട്രി 4 റെഡിയാക്കുക എന്നുള്ളതാണ് ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചലഞ്ച്. ഇൻഡസ്ട്രി 4 റെഡി, ഇതിന് വേണ്ട ആളുകളെ ഉണ്ടാക്കണം. അപ്പൊ അതാണ് എങ്ങനെയാണത് നടക്കുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ഈ കോവിഡ് അത് വലിയൊരു കാരണമായി തീർന്നു. തുടക്കം ഈ കോവിഡ് വന്നപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. റാപ്പിഡ് ട്രാൻസിഷൻ ടു റിമോട്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഒന്നും നടന്നിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇവിടെ ടീച്ചർമാർ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പോലും എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് എടുക്കുക, അതൊന്നും സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വന്നിട്ട് 2ാം ഫേസ് ആകുമ്പോൾ കുറച്ചുകൂടി ബേസിക്സ് ഒക്കെ എല്ലാവരും പഠിച്ചു. ഇപ്പൊ 4ാമത്തെ ഫേസ് കഴിഞ്ഞപ്പോ ഇത് വ്യാപകമായി. സോ നൗ വി ആർ ഇൻ ദി കോവിഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് എന്നൊക്കെ ചിലർ പറയും. അതായത് കോവിഡിന് ശേഷം. ഇപ്പൊ അങ്ങനെ ഇല്ലാന്ന് പറയുന്നു, വിത്ത് കോവിഡ് ആണ്.
കോവിഡുമായിട്ട് കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേഞ്ചസിനെ നമുക്ക് സാധ്യമാക്കിയത് ടെക്നോളജിയാണ്. ഇതായിരുന്നു പ്രശ്നം. എല്ലാവർക്കും അറിയാം, ഇതെല്ലാവരും കണ്ടതാണ്. പണ്ട് എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഒത്തിരി ദൂരം നടന്നു പോയിട്ടൊക്കെയാണ് സ്കൂളിൽ പഠിച്ചത്, നിങ്ങൾക്കൊന്നും ആ പ്രശ്നമില്ല, യു ആർ വെരി ലക്കി എന്നുള്ള രീതിയിൽ. ഇദ്ദേഹം എന്തായിരിക്കും മോനോട് പറയുക? ഞാൻ ക്ലാസ് കേൾക്കാൻ റേഞ്ച് അന്വേഷിച്ച് നടന്ന കഥ പറയാൻ പറ്റും അല്ലേ? ദിസ് ഈസ് ടെക്നോളജി. അങ്ങനെ ടെക്നോളജി ഉള്ളപ്പോൾ തന്നെയും ടെക്നോളജി കിട്ടാൻ വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട്. പിന്നെ ഇതൊരു ടീച്ചറാണ്, ബാംഗ്ലൂരുള്ള ഒരു ടീച്ചർ. അവർ കണക്ക് പഠിപ്പിക്കുന്ന ആളാണ്, മാത്തമാറ്റിക്സ്. അവർക്ക് എഴുതി പഠിപ്പിക്കണമായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. സി ദിസ് ഈസ് സ്മാർട്ട് ടെക്നോളജി. ഇവിടെ കുറെ എന്റർപ്രണേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്, സ്വയം സംരംഭകരൊക്കെ. അപ്പൊ പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് വളരെ സാധ്യതയുണ്ട് നമ്മുടെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ലോകത്താകെയും. നോക്കൂ, ഈ ടീച്ചർ എത്ര സ്മാർട്ടാണ്. ഇത് ഫ്രിഡ്ജിന്റെ ഒരു ഗ്ലാസ് അടപ്പാണ്. അപ്പൊ അതിന്റെ അറ്റമൊന്നും ഷാർപ്പല്ല, വെരി സേഫ്. അപ്പൊ അവർ ചെയ്തിരിക്കുന്നത്, അവർക്ക് താഴെ എഴുതണം, അവരൊരു സ്കെച്ച് പേന കൊണ്ട് എഴുതുന്നുണ്ട്, ക്യാമറ ഓൺ ആക്കി മൂളി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എഴുതുന്നത് കുട്ടികൾക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമുക്ക് അതൊന്നും വേണ്ട, യു ഹാവ് ഗ്രാഫിക്സ് ടാബ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചലഞ്ചസുകളിലൂടെയാണ് നമ്മൾ വന്നത്. ഞാൻ കുറെ സ്ലൈഡൊക്കെ കളയും. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഉള്ള ഒരു പ്രത്യേകത, വി ആർ നൗ ലിവിങ് ഇൻ എ വേൾഡ് വെയർ എവറിഥിങ് അറൌണ്ട് അസ് ഈസ് വെരി സ്മാർട്ട്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം സ്മാർട്ടാണ്, ഒരു ടെക്നോളജി ഡ്രിവൺ വേൾഡ് ആണ്. ഇവിടെയാണ് പുതിയ തലമുറ, യങ്ങർ ജനറേഷൻ, നിങ്ങളുടെ എല്ലാം ഒരു വെല്ലുവിളി ഉള്ളത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് ഞാനൊരു കഥ വെച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഥ ഞാൻ കുറെ കാലമായിട്ട് കാണുന്നവരോടെല്ലാം പറയുന്നുണ്ട്. അപ്പൊ പിള്ളേർ കുഴപ്പമില്ലാത്തൊരു കഥയാണ്, സാറ് പറഞ്ഞ നന്നായി പറയും. ഇപ്പൊ വീണ്ടും ഞാൻ പഴയ ഗ്രീൻ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടോ? ആരെങ്കിലും എന്നെ സഹായിക്കും? ബിക്കോസ് ടെക്നോളജി ഇങ്ങനെയാണ്, എപ്പോ ഇടയ്ക്ക് ഫെയിൽ ആവും അല്ലെ? ഇസ് ഇറ്റ് ഓക്കെ? കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഈ കഥ കേട്ടിട്ടുള്ള ഒരു ചിലര് കാണും. അപ്പൊ അവരൊരു കാര്യം ചെയ്യണം, അത് കേട്ടിട്ടില്ലാത്തതായിട്ട് ഭാവിച്ചിട്ട് എന്നോട് സഹകരിക്കണം. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് റിക്വസ്റ്റ്. ദിസ് ഈസ് ദി സ്റ്റോറി ഓഫ് വേഗ സ്റ്റോറിയിലേക്ക് പോകാം. നമുക്ക് അധികം സമയം കഴിഞ്ഞ് ഞാൻ ക്ലോക്ക് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, കാരണം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിർത്താൻ വേണ്ടിയിട്ടത്. സോ ഈ കഥ ഒരു ഡ്രൈവർലെസ് കാറിന്റെയാണ്. പലരും കേട്ടിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്നു. ഡ്രൈവർലെസ് കാർ, ഇതിനെ ചിലർ വിളിക്കുക ഓട്ടോണോമസ് കാർ എന്നാണ്. ഓട്ടോണോമസ് കാർ ഇന്റലിജന്റ് കാർ കേട്ടിട്ടുണ്ടാവും. ഗൂഗിളിന്റെ, ടെസ്ലയുടെ ഒക്കെ ഓട്ടോണോമസ് കാറിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ ഇല്ലയോ? ആരെങ്കിലും ഒക്കെ സഹായിച്ചാൽ ഉറപ്പ് വരുന്നത് ആരും ഉറങ്ങുകയല്ല. വെരി ഗുഡ് മതി, എസ് നിർത്താം, സമയം പ്രശ്നം. പലരും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈവർലെസ് കാർ, ഓട്ടോണോമസ് കാർ എന്നൊക്കെ കേൾക്കുമ്പോൾ വേറെ അതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത വാക്കുകളൊക്കെ ഇതാണ്: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്. ഇതൊക്കെ ഇപ്പൊ സംസാരിച്ചില്ലേ മോശമാണ് എന്ന് ഉള്ള ഒരു വാക്കുകളാണ്. ഇതൊക്കെ വെറുതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണം കേട്ടോ. ടെക്നിക്കൽ സ്കൂളിൽ വരുമ്പോൾ ഒന്നും അറിയില്ലെങ്കിലും പറയണം. അതാണ്, ദാറ്റ്സ് വാട്ട് ഈസ് റിക്വയർഡ്. ഓക്കെ, ഇങ്ങനെ ഡ്രൈവർലെസ് കാറാണ്. ഞാൻ വേഗം കഥയിലേക്ക് വരാം. ഈ കഥയിലെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്. യു ആർ ദി ഓണർ ഓഫ് എ ഡ്രൈവർലെസ് കാർ. നിങ്ങൾ രാവിലെ നിങ്ങളുടെ കാറിൽ ഓഫീസിലേക്ക് പോവുകയാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ഇൻസൈഡ് ദ കാർ? നിങ്ങൾ ഡ്രൈവർലെസ് കാറിന്റെ ഉടമയാണ്, നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നു, നിങ്ങളുടെ കാറിൽ എത്ര പേര് കാറിലുണ്ട് എന്നാണ് ചോദ്യം. ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാമോ? ഇല്ല. വൺ. കാരണം ഡ്രൈവർ ആവശ്യമില്ല, പിന്നെ കൊറോണ ആയതുകൊണ്ട് വേറെ ആരും കയറ്റില്ല. അതാണ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ VIP സീറ്റിൽ, ഇവിടെയാണ് VIP സീറ്റ്, അറിയാലോ അല്ലെ, കാറിലെ. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഡ്രൈവർലെസ് കാർ. നിങ്ങൾ ഓഫീസൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ മാപ്പ് ഒക്കെ, കുറെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. സോ ദ കാർ ഈസ് മൂവിങ്, യു ആർ ഇൻസൈഡ് ദ കാർ. ഇങ്ങനെ പോകുമ്പോൾ ഇതിലെ ഈ സാഹചര്യം ഞാൻ കൃത്രിമമായിട്ടൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഒരു കണക്കിന്. അതുകൊണ്ട് ഇതിനെ അധികം ആരും ക്വസ്റ്റ്യൻ ചെയ്യരുത്, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. സിറ്റുവേഷൻ ഇതാണ്, സാഹചര്യം ഇതാണ്. നിങ്ങളുടെ മുമ്പിൽ there is a truck with heavy items. ഒരു ട്രക്ക് പോകുന്നുണ്ട്, അതിലെന്തൊക്കെയോ വളരെ ഭാരമുള്ള സാധനങ്ങളുണ്ട്. നിങ്ങളുടെ വലതുവശത്ത്, റൈറ്റ് സൈഡ്, ഇത് ഞാനങ്ങ് റൈറ്റ് സൈഡ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്, അപ്പൊ അത് അംഗീകരിച്ചാണ്. ചിലർ ഇപ്പോഴാണ് റൈറ്റ് എന്ന്, അങ്ങനെ തർക്കിക്കരുത്. സോ റൈറ്റ് സൈഡിൽ there is a bike rider without helmet, typical Indian guy, അല്ലെങ്കിൽ നമ്മളെ പോലെ ഒരുത്തൻ. ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഉണ്ടാവാൻ വഴിയില്ല. ഓക്കെ, പോകുന്നുണ്ട്, എല്ലാവരും നല്ല വേഗതയിലാണ്. അത് വേറൊരു കാര്യം. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡില് വേറൊരു ബൈക്ക് റൈഡർ ഉണ്ട്. അയാള് പക്ഷെ കുറച്ചുകൂടി മാന്യനാണെന്ന് തോന്നുന്നു, ഹെൽമെറ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ ലൈസൻസും ഉണ്ടാവാൻ വഴിയുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന്
ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇത് സിറ്റുവേഷൻ ഈസ്, ഈ ലോറിയിൽ നിന്ന് ഈ ഹെവി ഐറ്റംസ് ചിലത് കെട്ടഴിഞ്ഞിട്ട് താഴെ റോഡിലേക്ക് വീഴാൻ തുടങ്ങി. ഇതാണ് ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ട്. ആരാ തീരുമാനം എടുക്കുക? പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. നിങ്ങൾക്ക് ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകത. ഈ ഡ്രൈവർലെസ് കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ഡ്രൈവിംഗ് അറിയാവുന്ന ആളാണ്, നിങ്ങൾക്ക് ചാടി അവിടേക്ക് പിടിക്കാനോ ബ്രേക്ക് ചെയ്യാനൊക്കെ തോന്നും. പക്ഷെ ഒന്നിനും സാധ്യതയില്ല. ബിക്കോസ് അതൊന്നും ഇല്ല, സ്റ്റിയറിംഗും ഇല്ല, ഒന്നുമില്ല. സോ ദിസ് ഈസ് ദ ഡ്രൈവർലെസ് കാർ. ഈ മെഷീനിലെ ഇതൊരു മെഷീനാണ്, ഇന്റലിജന്റ് മെഷീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇന്റലിജന്റ് ഡിവൈസ് ആണ് ഈ കാർ തന്നെ. സോ ദ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻസൈഡ് ദ കാർ ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ, തീരുമാനം എടുക്കണം. അപ്പോൾ ഇപ്പൊ പറയുന്ന ഒരു കാര്യം, 3 തരം തീരുമാനങ്ങൾ സാധ്യമാണെന്നുള്ളതാണ് പെട്ടെന്ന്. ഒന്നാമത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരെ മുന്നോട്ട് തന്നെ പോവുക, എന്നിട്ട് മുമ്പിലുള്ള ഏത് സംഗതിയാണോ താഴേക്ക് വന്നത് അതിലിടിക്കുക, അവിടെ നിർത്തുക. ഇതാണ് ഒന്നാമത്തെ തീരുമാനം. അങ്ങനെ തീരുമാനിക്കുന്നതിലെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ജസ്റ്റിഫിക്കേഷൻ? നിങ്ങൾ വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാം. വേറൊരാൾക്ക് തീരുമാനിക്കാവുന്നത് പറഞ്ഞാൽ കാർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, ദിസ് ഡിസിഷൻ വിൽ ബി ടേക്കൻ ബൈ ദ കാർ ഓർ ദ മെഷീൻ. പക്ഷെ ആ കാറിനെ ആ ഡിസിഷൻ എടുക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്, ട്രെയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യിക്കാൻ പോകുന്നത് നിങ്ങളിൽ ചിലരാണ്. അതാണ് എന്റെ പ്രശ്നം. ബിക്കോസ് all of you or majority of you will be working in projects of this kind in future. അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ വരുന്ന പോയിന്റ്. അതാണ് വേറെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ, you can turn the car to the right side. അപ്പോൾ ഇയാളെ ഇടിച്ചിടും, നിങ്ങൾ എല്ലാവരും കൂടി അവിടെ എവിടെയെങ്കിലും നിൽക്കും. ഇതാണ് രണ്ടാമത്തെ ചോയ്സ്. അത് വേണം തീരുമാനിക്കാം. കാരണം ഹെൽമെറ്റ് വെക്കാതെ അയാൾ പോയത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, നമുക്ക് തീരുമാനം എടുത്തേ പറ്റൂ. അതൊരു തീരുമാനം. ഇനി തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായി. മൂന്നാമത്തെ തീരുമാനം, ലെഫ്റ്റിലേക്ക് തിരിയുക, എന്നിട്ട് ഈ ഹെൽമെറ്റ് ഉള്ളയാളെ ഇടിക്കുക, എന്നിട്ട് എല്ലാവരും കൂടി അവിടെ നിൽക്കുക. അപ്പൊ നിങ്ങൾക്കൊക്കെ അവിടെ പറ്റാം, അവർക്ക് പറ്റാം, എന്തെങ്കിലുമൊക്കെ ആവാം. എന്തായാലും ദീസ് ആർ ദ 3 പോസിബിലിറ്റീസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ വേറെ തീരുമാനമൊക്കെ ഇല്ലെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അപ്പൊ ഇങ്ങനെ ആയിക്കൂടെ, ബ്രേക്ക് ചെയ്തൂടെ? അതൊന്നും എടുക്കുന്നില്ല. കാരണം ഈ കഥ ആയതുകൊണ്ട് കഥയ്ക്കകത്ത് ചോദ്യം ചോദിക്കരുത്, എന്നെ വിശ്വസിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ്. അപ്പൊ വി ഹാവ് 3 ചോയ്സസ്, 3 പോസിബിലിറ്റീസ് ഇപ്പൊ നമ്മൾ കണ്ടു. 1, 2, 3 സാധ്യതകൾ കണ്ടു. ഇനി എന്റെ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. നിങ്ങളിൽ ചിലരാണ് ഇതില് വർക്ക് ചെയ്യാൻ പോവുക, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളിൽ. നിങ്ങളാണ് ഇതിന്റെ പ്രോഗ്രാമർ എങ്കിൽ, ഈ കമ്പ്യൂട്ടറിനകത്തെ, ഈ വാഹനത്തിനകത്തെ പ്രോഗ്രാമിംഗ് ഒക്കെ നിശ്ചയിച്ച ആള് എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. നിങ്ങൾ ഇത്തരം പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യും. ഒന്നാമത്തെ തീരുമാനമുണ്ട്, നേരെ ഇടിക്കുക. രണ്ടാമത്തെ തീരുമാനമുണ്ട്, ഗോ ടു റൈറ്റ് സൈഡ്. മൂന്നാമത്തെ തീരുമാനമുണ്ട്, കം ടു ലെഫ്റ്റ് സൈഡ്. അങ്ങനെ. ഇനി എന്നെ നിങ്ങൾ കുറച്ചുപേർ സഹായിക്കും. നിങ്ങളാണ് പ്രോഗ്രാമർ എങ്കിൽ, വെദർ യു വിൽ കോഡ് ദിസ് ഡിവൈസ് ടു ആക്ട് വിത്ത് ദ ഡിസിഷൻ 1 or 2 or 3 എന്ന് പറയണം. ആരാണ് അപ്പൊ 1 എന്നുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പേരൊന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു സഹായം കൂടി ആവശ്യമുണ്ട്. ഈ 3 സ്ഥലത്തും ആൾക്കാർ വേണം. നിങ്ങൾ ആകെ കൂടി സ്പ്ലിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ക്ലാസ്സിൽ മൊത്തം അടിയാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നാലേ കഥ നന്നായിട്ട് മുന്നോട്ട് പോകും. സോ ആർക്കെങ്കിലും ഒക്കെ ഒരു അഭിപ്രായം പറയാമോ? ഹൂ വിൽ ചൂസ് 1? ഓക്കെ, പ്രണവ് പറയുന്നു ഒന്നാമത്തെ തീരുമാനം എടുക്കുന്നു. ഒരു ചാറ്റിൽ കണ്ടു. ഓക്കെ, പ്രണവ് ആണ്. ഇനി യൂട്യൂബിലുള്ള ആരെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ ആരെങ്കിലും എനിക്ക് അങ്ങനെ പറഞ്ഞാൽ പറയുന്നതിന് ഒരു പേര് പറയാമോ? ആരാണെന്നുള്ളത്? അഭിജിത്ത്. ഓക്കെ. Nambiar is going for decision 1. അപ്പൊ ഞാൻ ഇനി ഇങ്ങനെ പറയാം, പ്രണവ് അഭിജിത്ത് ആൻഡ് അദേശ് ആക്കി അതിനെ. ഇനി രണ്ടാമത്തെ തീരുമാനത്തിനുള്ള ആൾക്കാരൊന്ന് പേര് പറയാമോ? എനിക്ക് എല്ലായിടത്തും ആള് വേണം, അതുകൊണ്ടാണ്. ആരാണ് രണ്ടാമത്തെ തീരുമാനത്തിനുള്ള ആള്? സൽമാൻ. ഓക്കെ, സൽമാൻ അല്ലേ? ഓക്കെ, സൽമാൻ ഖാൻ അല്ലെ? സൽമാൻ. ഓക്കെ. ഇനി മൂന്നാമത്തെ ഉള്ള ആരെങ്കിലും പറയാമോ? ജോയ്. എന്താണ്? ജോയ്. ഓ, വെരി ഗുഡ്. ജോയ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐസ്ക്രീം ആണ് ഓർമ്മ വരുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സൽമാൻ മതി തൽക്കാലം, കഥയ്ക്ക് ഇത് മതി, നമ്മൾ ഒത്തിരി സമയം കളയണ്ട. സോ ദിസ് ഈസ് വൺ തിങ്. സോ പ്രണവ്, അഭിജിത്ത് ആൻഡ് others will code like 1. Salman and others may code like 2. Joy and others may code like 3. ഇനി നമുക്ക് ഇവരോട് ചോദിക്കാം, വാട്ട് ആർ their justifications. പ്രണവ്, അഭിജിത്ത് ആരെങ്കിലും ഓർ somebody, എല്ലാവരും പേര് എഴുതിയിട്ടില്ല, who is there for point 1 or decision 1? എന്തുകൊണ്ടാണ് അങ്ങനത്തെ തീരുമാനം എടുത്തതെന്ന് പറയാമോ? വേണം, നമുക്ക് സമയം കളയാൻ പാടില്ല. But it is good for hitting the object.
എന്തുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും ശല്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ? ഓക്കെ, അപ്പൊ പ്രണവ് അഭിജിത്തൊക്കെ വളരെ മര്യാദരാമന്മാരാണ്. സോ ദേ വിൽ ഡയറക്ട്ലി ഹിറ്റ് ദി ഒബ്ജക്ട്, അവിടെ സ്റ്റോപ്പ് ആവും. ചിലപ്പോൾ വണ്ടിക്കൊക്കെ നാശം വരും, നിങ്ങൾക്ക് നാശം വരും, എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന നല്ല ആൾക്കാരാണ് അവര്. ഓക്കെ, ഐ ഡു അപ്രീഷിയേറ്റ് യുവർ അപ്രോച്ച്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ തീരുമാനം എടുത്താൽ ഈ സംസാരം കഴിയുമ്പോൾ മൈക്ക് ഒന്ന് ഓഫ് ചെയ്താൽ നന്നായിരിക്കും ആരായാലും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഈ തീരുമാനം എടുത്താൽ ഒരു പ്രശ്നമുണ്ട്. ഇമ്മീഡിയറ്റ്ലി ദ മാർക്കറ്റിംഗ് ടീം ഇൻ ദ കാർ കമ്പനി വിൽ കം എഗൻസ്റ്റ് യു. മാർക്കറ്റിംഗ് ആൾക്കാർ നിങ്ങൾക്ക് എതിരാവും. കാരണം ഈ കാർ ഉണ്ടാക്കുന്നത് വിൽക്കാനാണ്. വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടക്കം ശമ്പളം തരാൻ പറ്റുള്ളൂ. മാർക്കറ്റിംഗ് ടീം പറയും ഇത് കാർ വാങ്ങുന്ന ആളെ VIP എന്നൊക്കെയാണ് കരുതുക. കാർ കമ്പനിയിലൊക്കെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചായയൊക്കെ തരും, ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ബ്രോഷറൊക്കെ കാണിക്കും. നമുക്കറിയാം ഇത് കടവും ലോണൊക്കെയാണ്. എന്നാലും കാർ ഓണർ ഇസ് ജനറലി ട്രീറ്റഡ് ആസ് എ VIP. അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ടീം പറയും ഈ കാറ് വിൽക്കാൻ കഴിയില്ല, കാരണം ഇത് വാങ്ങുന്ന ആൾക്ക് ഒരു സുരക്ഷയും ഇത് വാഗ്ദാനം ചെയ്യുന്നില്ല. കാറൊക്കെ പരസ്യം ചെയ്യുന്നത് തന്നെ ഞങ്ങൾ എന്താണ് അഡ്വാൻറ്റേജ് ഓർ വാട്ട് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞങ്ങൾ ഓണർക്ക് നൽകുന്നത്. കാറിന് ഇത് വാങ്ങുന്ന കാറിനും സുരക്ഷയില്ല, ഇതിന്റെ അകത്തിരിക്കുന്ന ആൾക്കും സുരക്ഷയില്ലാത്ത ഒരു ഡിവൈസ് വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നമാവും. അപ്പൊ നിങ്ങളെ വിമർശിക്കും. അതൊരു പ്രശ്നം. ഇനി സൽമാൻ പറയാമോ എന്തുകൊണ്ടാണ് വൈ യു ഓപ്റ്റഡ് ടു? സൽമാൻ ഓർ എനിബഡി, രണ്ടിന്റെ കൂടെയുള്ള ആരെങ്കിലും, ആരാണോ മൈക്ക് കിട്ടുന്നത്, എന്തുകൊണ്ടാണ് കോഡിംഗ് 2 എന്ന തീരുമാനം എടുത്തത്? നമ്മളത് കാർ കേടാക്കാണ്ട് സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ. സൽമാൻ ഉണ്ടോ? പറയാമോ എന്തുകൊണ്ടാണ്? ആരെങ്കിലും വൈ? പറഞ്ഞോ. നമ്മള് നമ്മുടെ കാർ ചീത്താക്കേണ്ട ആവശ്യമല്ലോ. അപ്പൊ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കാറിനും ഗുണം, പിന്നെ കാറിനൊന്നും പറ്റൂല, വിൽക്കുകയും ചെയ്യാം. ആരാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് പറയൂ? സൽമാനാണ്. ഓക്കെ, ഞാൻ ഒട്ടുപേരാ. ഓക്കെ, സൽമാനാണ്. അപ്പൊ ഇയാളെ ഇടിച്ചാലും ഹെൽമെറ്റ് ഇല്ലാത്ത ആള്, അതിന്റെ ന്യായീകരണം എന്താണ്? വെക്കാതെ പോയി നമ്മുടെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു സൽമാൻ ഭയങ്കരനാണ്. അദ്ദേഹം ഒരു പോലീസുകാരനാവുന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമമൊക്കെ തെറ്റിച്ചൊക്കെ അവന്റെ കുഴപ്പമാണ്. ഹെൽമെറ്റ് വെക്കാതെ എന്തിനാണ് ഇറങ്ങിയത്? സൽമാൻ പറയുന്നൊക്കെ ശരിയാണ്, നിയമപരമായിട്ട് ശരിയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇയാൾ വല്ലോ പറ്റി അല്ല മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അന്ന് മുതൽ സൽമാൻ ഉറങ്ങാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയക്കാരും എല്ലാവരും സൽമാനെ വിമർശിക്കും. ശരിയാണ്, ദർ വാസ് റോഡ് റൂൾ, അത് അയാൾ അനുസരിച്ചില്ല, ഇതൊക്കെ ശരിയാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാവോ? ഒരു മനുഷ്യനല്ലേ, അയാൾ വളരെ അത്യാവശ്യത്തിന് പോയതായിരുന്നു. സാധാരണ ഹെൽമെറ്റ് വെക്കുന്ന ഒരാളാണ്. പല പല വ്യാഖ്യാനം വരും. ടെക്നോളജിയൊക്കെ ഇങ്ങനെ വന്നിട്ട് മനുഷ്യനെയൊക്കെ കൊല്ലുവാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഈ IEEE നേരത്തെ ടീച്ചർ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇതൊക്കെ ഗ്ലോബൽ ഓർഗനൈസേഷൻസ് ആണ്. അവിടെയൊക്കെ ഞങ്ങൾക്കൊരു മുദ്രാവാക്യമുണ്ട്, അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി. ഇതൊരു ഭയങ്കര മുദ്രാവാക്യമാണ്. ഇത് എഞ്ചിനീയറിംഗിന് മാത്രമല്ല കേട്ടോ, മെഡിക്കൽ ഒത്തിരി സ്ഥലത്തുണ്ട് ഈ അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ടെക്നോളജി ഉണ്ടാക്കിയാലും മനുഷ്യനാണ് ഒന്നാം സ്ഥാനത്ത്. അവന്റെ നന്മ ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് ദ്രോഹമാണെങ്കിൽ നമുക്കതിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആൾക്കാർ സൽമാനെ വിമർശിക്കാൻ തുടങ്ങും. കാര്യം നിയമമൊക്കെയാണ് പറഞ്ഞത്, എങ്കിലും അത് ശരിയായില്ലല്ലോ എന്ന് പറയും. ആയിരിക്കട്ടെ. അപ്പൊ മുസ്തഫ, ജോയി ആൻഡ് അതേഴ്സ് അവര് വന്നിട്ട് മൂന്നാമത്തെ തീരുമാനത്തിന്റെ ആൾക്കാരാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ എന്തുകൊണ്ടാണെന്ന്? മറ്റേ മൂന്നാമത്തെ ആള് എന്തായാലും ഫുള്ളി സെക്യൂർഡ് ആണല്ലോ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, മനസ്സിലായി. മാത്രമല്ല ഹെൽമെറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പ്രൊഡക്ഷനും കുഴപ്പമില്ല, പിന്നെ ആള് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ന്യായീകരണമാണ് ജോയി, മുസ്തഫയൊക്കെ പറയുന്നത്. നേരത്തെ സൽമാനെ പോലെ ഇതൊക്കെ പറയുന്ന കാര്യമൊക്കെ ശരിയാണ്, നിയമപരമായിട്ട് ശരിയാണ്. മറ്റേ ഇൻഷുറൻസിന്റെ കാര്യം വരെ ചിന്തിച്ചു. ദീസ് ആർ ഓൾ ഗുഡ് തോട്ട് പ്രോസസ്സസ്. പക്ഷേ എല്ലാവരും നല്ല സ്പീഡിലാണ്, വേഗതയിലാണ്. സോ ദർ ക്യാൻ ബി ചാൻസസ് ഓഫ് ആക്സിഡന്റ്. ഹെൽമെറ്റ് വെച്ചാലും ചിലപ്പോൾ കാര്യമൊന്നുമില്ല. അപ്പൊ ഇയാൾക്ക് വല്ലതൊക്കെ പറ്റിയാൽ അതും വിഷയമായി. അപ്പോഴത്തെ വിമർശനം എന്തായിരിക്കും അറിയോ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എല്ലാ നിയമങ്ങളും അനുസരിച്ച് പോയ ഒരു മര്യാദക്കാരനെയാണോ നമ്മൾ ഇങ്ങനെ തട്ടിയിടേണ്ടത്? ഇങ്ങനെ എല്ലാവരും നല്ല വാക്കാറ് നിർത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് മുസ്തഫയ്ക്കും ജോയിക്കും ഉറങ്ങാൻ പറ്റില്ല. ദിസ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പൊ ഇനി ഇതിന്റെ ഉത്തരം ഏതാണെന്ന് നിങ്ങൾ ചോദിക്കും. അവിടെയാണ് ഞങ്ങൾ സാറന്മാരുടെ പതിവ് ശൈലി ഞാൻ എടുക്കാൻ പോകുന്നത്. ദിസ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഓർ സിറ്റുവേഷൻ. ഇതിന്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമാണ്. സോ ഇറ്റ് ഈസ് എൻ അസൈൻമെന്റ് ഫോർ യു. ആൻസർ ഇല്ലാത്തൊക്കെ അസൈൻമെന്റ് ആണ്. എന്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. മറിച്ച് ഞാൻ പറയുന്നത് ദിസ് ഈസ് ആൻ എത്തിക്കൽ ഇഷ്യൂ.
ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് മിക്കവാറും നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകളുടെ ജോലി. ഈ ടെക്നോളജി ഇങ്ങനെ കയറി വന്നിട്ട് എല്ലാം മെഷീൻസ് തീരുമാനമെടുക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, അപ്പം മനുഷ്യന്റെ കാര്യം വലിയ പരിങ്ങല്ലാവും എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സിനിമയിലെങ്കിലും കണ്ടു കാണും കമ്പ്യൂട്ടർ വന്നിട്ട് മനുഷ്യനെ തോൽപ്പിക്കുന്നൊക്കെ. എന്തായാലും റോബോട്ട് വന്നിട്ട് അല്ലെ. എത്തിക്കൽ ഇഷ്യൂ ഈസ് വെരി വെരി ക്രിട്ടിക്കൽ ഇൻ ദി മോഡേൺ വേൾഡ്. ഇതിനെയാണ് ഓവർടേക്ക് ചെയ്യുന്നൊക്കെ എന്തോ ആരൊക്കെ എഴുതുന്നുണ്ട്. നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അത് തീരൂല. ഡ്രൈവിംഗ് എന്തെങ്കിലും കുറച്ച് അറിയാവുന്ന ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് ഒത്തിരി ചർച്ച ചെയ്യാൻ പറ്റും. നമ്മൾ തൽക്കാലം കഥ അവിടെ നിർത്തുവാണ്. കാർത്തിക പറഞ്ഞു തോന്നുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ഇന്ററാക്ടിങ്. ബട്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അല്ലെങ്കിൽ എന്റെ, അതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് പുറത്ത് കിടന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്തിക്കൽ ഇഷ്യൂ പറയാനായിട്ട് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ ദ മൂവി, മലയാളം മൂവി ജോസഫ്. ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? യെസ്, ഓക്കെ, താങ്ക് യു. ഇതിൽ പറയുന്നത് മെഡിക്കൽ എത്തിക്സ് ആണ്, അവയവദാനം, അതിൻ്റെ അകത്ത് നടക്കുന്ന കള്ളക്കളികളൊക്കെയാണ്. ബട്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് ദി കൺസെപ്റ്റ് ഓഫ് എത്തിക്സ് ഈസ് ലിമിറ്റഡ് ടു മെഡിക്കൽ ഫീൽഡ്. എല്ലായിടത്തും ഈ എത്തിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്. ഇത് എങ്ങനെ തീരുമാനിക്കുന്നുള്ളത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വളർന്നു വന്നിട്ടുള്ളത്, നിങ്ങളുടെ ഒരു സാമൂഹ്യ വീക്ഷണം ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ദാറ്റ് ഈസ് ദ ഡേഞ്ചർ. അതാണ് അപകടം. ആരാണ് ഇത്തരം മെഷീൻസ് ഡിസൈൻ ചെയ്യുന്നത് എന്നതനുസരിച്ചിരിക്കും. ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്, അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി എന്നൊരു സമീപനം ഇല്ലാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ വളരെ ക്രൂരമായ തീരുമാനങ്ങൾ എടുത്തെന്നിരിക്കാം. ഈ കാർ സിറ്റുവേഷൻ മാത്രമല്ല, മെനി സിറ്റുവേഷൻസ് അതെ. എനിവേ, ദിസ് ഈസ് ആൻ എത്തിക്കൽ ഇഷ്യൂ. നിങ്ങളെല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ ഭാവിയിൽ വർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ ഈ ടെക്നിക്കൽ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഈസ് ഗോയിങ് ടു ബി വെരി 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 യൂസ്ഫുൾ ഫോർ യു. അതാണ് എൻ്റെ കാര്യം. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അമേരിക്കയിലെ, ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കുറച്ച് ആൾക്കാർ ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു കുറച്ച് നാൾ മുമ്പ്. ഈ സോഫ്റ്റ്വെയർ കോടതിയിലെ ജഡ്ജസിനെ സഹായിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ, ജഡ്ജിമാരെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. എന്താ കാര്യം എന്ന് വെച്ചാൽ, nowadays you can see very thick books only in 2 places. വലിയ തടിച്ച പുസ്തകങ്ങൾ 1-2 സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുള്ളൂ. നിങ്ങളാരും പുസ്തകം വായിക്കില്ല, നിങ്ങളെല്ലാവരും PDF വായിക്കുന്ന ആൾക്കാരാണ്. 2 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് വക്കീലിന്റെ മുറിയിൽ ചെന്നാൽ കാണാം തടിച്ച പുസ്തകങ്ങൾ, പിന്നെ ജഡ്ജിയുടെ മുറിയിൽ ചെന്നാലും കാണാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു കേസൊക്കെ വാദിക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ, ദേ ഹൗ ടു റെഫർ ടു മെനി പ്രീവിയസ് കേസസ്. സമാനമായ മറ്റ് നിരവധി കേസുകൾ ഈ രാജ്യത്ത് നടന്നത് മാത്രമല്ല പല രാജ്യത്ത് നടന്നതും എല്ലാം വായിച്ചിട്ടൊക്കെയാണ് ജഡ്ജസ് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് ഒരു വിധി പ്രസ്താവന ഉണ്ടാക്കണം, ഒരു തീരുമാനം എടുക്കണം. എന്തായാലും വിധി പ്രഖ്യാപനം. ഈ ഫൈനൽ ഡിസിഷനിലേക്ക് വരുന്നതിന് ദേ ഹൗ ടു റീഡ് എ ലോട്ട് ഓഫ് സ്റ്റഫ്. സാധാരണ രീതിയിൽ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ വക്കീലിന് കുറെ ഗുമസ്തന്മാരൊക്കെ ഉള്ളത്. ഇവരെല്ലാം ഇതൊക്കെ വായിച്ച് പോയിന്റ്സ് ഒക്കെ കുറിച്ചെടുത്ത്, ഓക്കെ, മമ്മൂട്ടിയൊക്കെ വക്കീലായിട്ട് വാദിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഈ പോയിന്റുകളെല്ലാം എടുക്കുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി ബോറിംഗ് ആസ് വെൽ ആസ് മനുഷ്യന് മടുപ്പുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ കമ്പ്യൂട്ടറിന് മടുപ്പൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഗൂഗിൾ സെർച്ച് ചെയ്യാൻ കമ്പ്യൂട്ടറിന് മടുപ്പൊന്നുമില്ല. നിങ്ങൾ എന്തടിച്ചു കൊടുത്താലും അത് സെർച്ച് ചെയ്തത് കണ്ടുപിടിച്ചു തരും. അത് വായിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ഒന്നും സോഫ്റ്റ്വെയർ ഓർ ദ മെഷീൻ ഡസന്റ് ഹാവ് എനി കൈൻഡ് ഓഫ് ഫാറ്റിഗ്, മടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. അപ്പൊ പഴയ കേസുകൾ എല്ലാം റെഫർ ചെയ്ത് അവസാനം ചില പോയിന്റ്സ് ജഡ്ജസ് കൊടുക്കും, ബാക്കി അവർക്ക് എഴുതാൻ അറിയാം. ദേ വിൽ ടേക്ക് ദ ഡിസിഷൻ. ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. വളരെ സ്മാർട്ടായിട്ട് ആളുകൾക്ക് തോന്നി. അതെ, വീണ്ടും സ്മാർട്ട് എന്നുള്ള വരുന്നത് അല്ലെ. അങ്ങനെ ചെയ്തു. പക്ഷേ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പം സം റിസർച്ചേഴ്സ് ഹാവ് ഐഡന്റിഫൈഡ് എ പോയിന്റ്. ചില റിസർച്ചേഴ്സ് ഇതിന്റെ വിശകലനം ചെയ്തിട്ട് ഒരു കാര്യം കണ്ടെത്തി. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അഗെയിൻ വി ആർ കമ്മിങ് ടു എത്തിക്കൽ തിങ്സ്. അവർ കണ്ടെത്തിയത്, ഫോർ ദ സെയിം ക്രൈം, ഒരേ തെറ്റിന്, ഇപ്പൊ കുറ്റക്കാരൻ ഒരു വെള്ളക്കാരനാണെന്ന് വിചാരിക്കുക, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതേസമയം ഒരേ കുറ്റത്തിന്റെ പ്രതിസ്ഥാനത്ത് ഒരു കറുത്ത വർഗക്കാരനാണെങ്കിൽ അവർ കണ്ടുപിടിച്ച കാര്യം, ദി പണിഷ്മെന്റ് വിൽ ബി വെരി സിവിയർ ഫോർ എ ബ്ലാക്ക് പേഴ്സൺ ഓർ എ പേഴ്സൺ വിത്ത് എ മുസ്ലിം നെയിം. അതാണ് പ്രശ്നം. വെള്ളക്കാരനാണെങ്കിൽ ശിക്ഷയൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു ശകലം പരിഗണനയുണ്ട്. ദിസ് ഈസ് ആക്ച്വലി കോൾഡ് ബയാസ്ഡ് ഡേറ്റ അനലിറ്റിക്സ്. നിങ്ങളിപ്പോൾ അറിയാം, നിങ്ങൾ ഡേറ്റയുടെ യുഗത്തിലാണ് ജീവിക്കുന്നതെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ബയാസ്ഡ് ഡേറ്റ അനലിറ്റിക്സ്. ഗൂഗിൾ വരെ സമ്മതിക്കുന്നുണ്ട് ചില സെർച്ച് കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ അല്പം ബയാസ്ഡ് ആണ്. ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ പക്ഷപാതം കാണിക്കുക എന്നാണ്. പക്ഷപാതം കാണിച്ചാൽ പ്രശ്നമാണ് അല്ലെ. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പക്ഷപാതം കാണിച്ചാൽ, ആ മെഷീനെ നിങ്ങൾ തെറ്റ് പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചാൽ, അതങ്ങനെ
പെരുമാറും. ദിസ് ഇസ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ ബയാസ്ഡ് ഡാറ്റ അനാലിറ്റിക്സ് ആയതുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നിർത്തിവെച്ചു. കാരണം പ്രശ്നമാണ്. ഇതേപോലെ തന്നെ ഇത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഓർക്കുന്ന വേറൊരു കഥ. ഇൻ ദി സൗദി അറേബ്യ അവര് ഒരു റോബോട്ട് ഡെവലപ്പ് ചെയ്തു. സോഫിയ എന്നാണ് അതിന്റെ പേര്. മനുഷ്യനെ പോലുള്ള ഒരു റോബോട്ട്, ഒരു ഹ്യൂമനോയിഡ് എന്നൊക്കെ അതിനെ വിളിക്കും. അപ്പൊ കുറച്ച് ടെക്നിക്കൽ ആൾക്കാർ ആവശ്യപ്പെട്ടു ഈ സോഫിയയ്ക്ക് നമുക്ക് പൗരത്വം കൊടുക്കണം, സിറ്റിസൺഷിപ്പ്. ഉടനെ തന്നെ മതപുരോഹിതന്മാരൊക്കെ രംഗത്തെത്തി. എങ്ങനെയാണ് മനുഷ്യനും യന്ത്രവും ഒരുപോലെ ആകുന്ന, മനുഷ്യ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല, ആകെ പ്രശ്നമായി അല്ലെ. പുരോഹിതന്മാർ എല്ലാ വിഷയത്തിലും ഇടപെടും. ഇന്ത്യ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, എവിടെ ഇടപെടും എന്നുള്ളതാണ് മനസ്സിലായത്. അതെല്ലാം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനോട് ഇൻ ടു ദ പൊളിറ്റിക്സ് ഓഫ് ദാറ്റ്. ചിലപ്പോൾ നല്ലതാണ്, മനുഷ്യനെ കൂടുതൽ നേർവഴിയിലേക്ക് നടത്തേണ്ട ആവശ്യമുണ്ട്. ടെക്നോളജി മാത്രം പോരാ. ഓൾ ദീസ് തിങ്സ് ആർ ദേർ. എനിവേ, എന്റെ പോയിന്റ് ഇതാണ്, ഓൾ ദീസ് ആർ ഹാപ്പനിങ് അറൗണ്ട്. ഇതെല്ലാം ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോ ഇത്തരമൊരു സാഹചര്യത്തിൽ how we design systems, not only engineering system, മെഡിക്കലിലാണെങ്കിലുണ്ട് എത്തിക്സ് ഉണ്ട്. നിങ്ങൾ ചിലര് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകും. നിങ്ങൾ ചിലര് ബികോം ഒക്കെ എടുത്തിട്ട് ഫൈനാൻഷ്യൽ ഇതിലേക്ക് പോകും. അവിടെയും പ്രശ്നമുണ്ട്. ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സോഷ്യലിസം ഉണ്ട്, ക്യാപിറ്റലിസം ഉണ്ട്. എല്ലായിടത്തും സമീപനങ്ങൾ, എന്ത് സാമ്പത്തിക സമീപനമാണ് സ്വീകരിക്കുക, ഇതെല്ലാം ഡാറ്റ അനാലിറ്റിക്സ് ആണ്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ, അവിടെയും നിങ്ങൾക്ക് ടെക്നോളജി ആവശ്യമുണ്ട്. ഇനി നിങ്ങൾ ഒന്നുമല്ല ആർട്ടിസ്റ്റുകളായിട്ട് പോകണമെങ്കിൽ അതും പ്രശ്നമാണ്. ആർട്ടിസ്റ്റുകളെ ഭീകരന്മാർ കൊല്ലുന്നുണ്ടല്ലേ. അതും നമ്മളിപ്പോ അയൽ രാജ്യത്തു നിന്നെല്ലാം കേൾക്കുന്നുണ്ട്. പാട്ടുപാടിയാൽ ചിലപ്പോൾ വെടിവെച്ച് വന്നിരിക്കും. എവിടെ പോയാലും ടെക്നോളജി ഈസ് ഗോയിങ് ടു അഫക്ട് അവർ ഡേ ടു ഡേ ലൈഫ്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കൂടി കൂടിക്കുഴഞ്ഞ ഒരു ലോകത്തില് നിങ്ങൾ ഏത് രംഗത്തേക്ക് പോയാലും നിങ്ങൾക്ക് ടെക്നോളജി അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാനൊരു പാട്ടുകാരനാകാൻ പോവുകയാണെന്ന് തീരുമാനിച്ചാലും ഈ പാട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. അവിടെയും നിങ്ങൾക്ക് ടെക്നോളജി വേണം. ഇത് ആൾക്കാർ ലൈക്ക് ചെയ്യണം. ഇറ്റ് ഷുഡ് റീച്ച് ടു പീപ്പിൾ. എവിടെ നോക്കിയാലും ഇതിനെ പറയുന്ന പേര് ടെക്നോളജി ലിറ്ററസി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലിറ്ററസി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാക്ഷരത എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ എങ്ങോട്ട് പോയാലും വേണം. നിങ്ങൾ ഫൈനാൻഷ്യൽ അനാലിസിസിലാകാൻ പോയാൽ, നിങ്ങൾ സിനിമ പിടിക്കാൻ പോയാൽ, നിങ്ങൾ എഞ്ചിനീയർ ആകാൻ പോയാൽ, നിങ്ങൾ ഡോക്ടറോ മെഡിക്കൽ, നിങ്ങൾ ടീച്ചർ ആകാൻ പോയാൽ, എവിടെ പോയാലും ടെക്നോളജി, എത്തിക്സ്, ഹ്യൂമാനിറ്റി, ഇതെല്ലാം വളരെ പ്രശ്നമാണ്. ഇതെല്ലാം കൂടിക്കൊഴിഞ്ഞിട്ടുള്ള ഒരു ലോകമാണുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു THSS ബാക്ക്ഗ്രൗണ്ടിലൂടെ കടന്നു വന്നാൽ യു ഹാവ് സഫീഷ്യന്റ് ചാൻസസ് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് കൺസെപ്റ്റ്സ്. അവിടെ നിരവധി ക്ലബ്ബുകൾ, ടെക്നിക്കലും അല്ലാത്തതും ഒക്കെ ഉണ്ട്. സലീന ടീച്ചറൊക്കെ അതിന് വളരെ ഫേമസ് ആണ്. ഷീ ഈസ് എ വെരി ആക്റ്റീവ് ടീച്ചർ ഇൻ അവർ ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പ്രവർത്തിക്കുന്നത് വഴി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മൈ പോയിന്റ് ഈസ്, ഇങ്ങനെയും ചില കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇത്രയും നേരം അങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു. If anybody want to add something to this, അല്ലെങ്കിൽ ask a question on this, ഒന്നോ രണ്ടോ ഒരു മിനിറ്റ് ഒരു ബ്രേക്ക് ആവുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. You can speak if you want to speak, because ഞാൻ മാത്രമല്ല സ്പീക്കർ. All of you are good speakers, I know. ടെക്നിക്കൽ സ്കൂളിൽ വരുന്നവരാരും മോശക്കാരല്ല. ബിക്കോസ് ഞങ്ങളിവിടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ നോക്കുമ്പോൾ രണ്ട് കൂട്ടർ വളരെ മിടുക്കരായിട്ട് കാണുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഒന്ന് ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് വരുന്നവർ, പിന്നെ ഞാൻ നിരീക്ഷിച്ച എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്നവർ മിടുക്കന്മാരായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ഈ രണ്ടിടത്തെ മിടുക്കന്മാരുള്ളൂ എന്നും ഇതിനർത്ഥമില്ല. ബട്ട് യു ഹാവ് സം ഇൻക്രീസ്ഡ് എക്സ്പോഷേഴ്സ്. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ കുറച്ചുകൂടി ചേർക്കാനുണ്ടോ, അല്ലെ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അതും ആവാം. 1 minute. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിൽ നോക്കുന്നുണ്ട്. വലിയ ബോറിംഗ് ആകാതെ നിർത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം. യൂട്യൂബിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അതൊന്ന് കാണുന്ന ആൾക്കാർ, അവിടെയും ഇവിടെയും ഇരിക്കുന്ന ആൾക്കാർ അല്ലെ ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറഞ്ഞു തരണം, അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെന്ന്. അവര് നേരത്തെ 1 ഉം 2 ഉം 3 ഒക്കെ എഴുതുന്നേ ഉള്ളൂ. അങ്ങനെ മാത്രം വന്നിട്ടുള്ളൂ ഇതുവരെ. രണ്ടും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് തുടരാം. നമുക്ക് ഇടയ്ക്ക് ഇനി സംസാരിക്കാൻ പറ്റും. ഓക്കെ, ശരി. അല്ല, ചാറ്റ് ഉണ്ടോ വല്ലതും? ഇല്ല ഇല്ല, നോ ഇഷ്യൂസ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. So that is one thing. Another point is, India is going to be the youngest country in 10 years. Next youngest country in the world in the coming 10 to 15 years. 10-15 വർഷത്തേക്ക് അങ്ങനെയായിരിക്കും. ഇതിന്റെ അർത്ഥം, India is going to be the country, only one country with
largest number of people in the age group of 18 to 35. ഇതാണ് വർക്കിംഗ് ക്ലാസ്. അത് ലേബർ മുതൽ ഏത് ജോലിയാകാം, എത്ര ഹൈ എൻഡ് ജോലിയാകാം. ഈ 80 to 35 ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം വളരെ ഗൗരവത്തോടു കൂടി ഈ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിനെ കാണാൻ പോകുന്നത്. HRD, നിങ്ങളും ഇപ്പോൾ IHRDയുടെ ഭാഗമാണ്. സോ ഇന്ത്യ നീഡ് ടു സപ്ലൈ ലേബേഴ്സ്, ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്. എവിടെ ചെന്നാലും ഇന്ത്യക്കാരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ തമാശയ്ക്ക് പറയുന്നത് ചന്ദ്രനിൽ ചെന്നാലും അവിടെ എന്താണ് ചന്ദ്രന്റെ ആരെങ്കിലും ഒരു തട്ടുകട ഉണ്ടാവുന്നുള്ളത്. അപ്പൊ ഇന്ത്യക്കാർ അല്ലെങ്കിൽ കേരളീയർ എത്താത്ത സ്ഥലമില്ല. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വി ഷുഡ് ബി ഗ്ലോബലി കോമ്പീറ്റന്റ്. യു ഷുഡ് ബി റെഡിലി ഡിപ്ലോയബിൾ എനിവെയർ ഇൻ ദ വേൾഡ്. ഗ്ലോബലി കോമ്പീറ്റന്റ് ആവണം. നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ രംഗത്തായാലും കോഡിംഗ് ഒക്കെ ആയാലും Indians are outperforming in any company starting from Google. You know the CEO, right? അപ്പൊ അങ്ങനെ വരുമ്പോൾ ദിസ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് കഴിഞ്ഞപ്പം പല സ്ഥലത്തും ജനങ്ങൾ തന്നെ ഇല്ലാതായി. ജനസംഖ്യയുടെ പ്രശ്നങ്ങൾ നേരിടുകയാണ്. പലയിടത്തും ആളില്ല. സോ മെനി കൺട്രീസ് ഇൻക്ലൂഡിങ് കാനഡ, ഓസ്ട്രേലിയയിലൊക്കെ ആളുകൾ വരും, അവിടെ പൗരത്വം എടുക്കാനാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും പോകണമെന്നാണ് ഞാൻ പറയുന്നത്. സോ യു ഷുഡ് ബി റെഡിലി ഡിപ്ലോയബിൾ എനിവെയർ ഇൻ ദ വേൾഡ്. ലോകത്ത് എവിടെയും കൊണ്ടിട്ട് ജോലി ചെയ്യുന്ന ആളുകളായി മാറാൻ പോകണം. അതിന് ഈ THSS ബാക്ക്ഗ്രൗണ്ട് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ഡിഗ്രി, ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. ബട്ട് എനിവേ ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിനെ പറയുന്ന പേര് ഇതൊരു ഒരു ഗുണമായി വന്നിരിക്കുകയാണ്. ഈ ജനസംഖ്യ ഇത്ര ഉള്ളത്. നേരത്തെ ജനസംഖ്യ പ്രശ്നം നമ്മൾ വിചാരിച്ചു. ഇതിനെ പറയുന്ന ഒരു ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ്, ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ്. ഡെമോക്രസി അല്ല, അതുപോലെ പ്രശ്നം തോന്നുന്നു. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പഠനം എന്നാണ്. ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് ആണ്. അത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത്, നമ്മുടെ ഇമ്മീഡിയറ്റ് കോമ്പറ്റീറ്റർ, എല്ലാ കാര്യത്തിനും നമുക്കൊരു പ്രധാന കോമ്പറ്റീഷൻ ഉള്ള രാജ്യം ചൈനയായിരുന്നു. ചൈനയ്ക്ക് പക്ഷേ ഇപ്പൊ വേറെ പ്രശ്നമാണ്. ചൈനയിലും ജനസംഖ്യ ഉണ്ടായിരുന്നു. പക്ഷേ ചൈനയിൽ ഗവൺമെന്റ് ഒരു 1 child പോളിസി എടുത്തിരുന്നു. 1 child, അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയെ പാടുള്ളൂ. രണ്ടാമതൊരു കുട്ടി വേണമെന്നൊരു ആളുകൾക്ക് ആഗ്രഹം തോന്നിയാൽ ദേ ഹാവ് ടു അപ്ലൈ ടു ദി ഗവൺമെന്റ്. അത് വളരെ തമാശയാണല്ലേ? ഇതൊന്നും അല്ല അതിന് വേണ്ട, നമുക്കറിയാം. എന്തായാലും ദേ ഹാവ് ടു അപ്ലൈ ടു ദി ഗവൺമെന്റ്. അങ്ങനെ ഗവൺമെന്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇതൊക്കെ പരിശോധിച്ചിട്ട് ഈ രണ്ട് മാതാപിതാക്കളും, ബോത്ത് ദ പേരൻസ്, ഇഫ് ദേ വർ സിംഗിൾ ചൈൽഡ് ഓഫ് ദെയർ പേരൻസ്, അവരുടെ മാതാപിതാക്കളുടെ സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ മാത്രമേ ഇവർക്ക് രണ്ടാമത്തെ കുട്ടിക്ക് അനുവാദം കൊടുക്കുള്ളൂ. അല്ല, കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ചരിത്രമുള്ള ആൾക്കാരാണ് അനുവദിക്കില്ല. ഇങ്ങനെയായിരുന്നു ചൈനയിൽ. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ നമ്മൾ വിചാരിച്ചത് സന്താനങ്ങളൊക്കെ ദൈവത്തിന്റെ സമ്മാനങ്ങളാണ്, പോരട്ടെ എന്നാണ്. മാത്രമല്ല ചില വിഭാഗങ്ങളിലൊക്കെ കൂടുതൽ കുട്ടികളുണ്ട്, സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ സോ മെനി എൻകറേജ്മെന്റ്. അപ്പൊ അതൊരു വലിയ പ്രശ്നമായിട്ട് കരുതിയിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് ടേൺഡ് ഔട്ട് ടു ബി ആൻ അഡ്വാൻറ്റേജ്. ഈ ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ബിക്കോസ് ദ വേൾഡ് വാണ്ട് യു. നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളിവിടെ എറണാകുളത്തോ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്ഥലത്തോ മാത്രമല്ല, ലോകത്ത് പലയിടത്തും വർക്ക് ചെയ്യാൻ, ജോലി ചെയ്യാൻ സന്നദ്ധരായിക്കൊണ്ടിരിക്കണം. കാരണം ഇൻ ദ പോസ്റ്റ് കോവിഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ഇന്ത്യയിൽ നിന്നേ കിട്ടാനുള്ളൂ. അപ്പൊ നമ്മൾ ട്രെയിൻഡ് അല്ലെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടമായി തീരും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ അഡ്വാൻറ്റേജ്. ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ യു. അതിന് ഈ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി നിങ്ങളെ സഹായിക്കും. ഈ THSSന്റെ പ്രത്യേകത, യു ആർ ലേണിംഗ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇലക്ട്രോണിക്സ്. ചിലര് എല്ലാവരും കുറച്ച് കമ്പ്യൂട്ടർ പഠിക്കും. ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഓക്കെ, കൺവെൻഷണൽ സബ്ജക്ട്സ് എല്ലാം ഉണ്ട്. അത് വേണമല്ലോ, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രീമാണ്. എന്നിട്ട് ഇത് പഠിച്ചിട്ട് നിങ്ങൾ ഉടനെ എഞ്ചിനീയറിംഗ് കോളേജ് വന്നെന്ന് അർത്ഥമില്ല. ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കാരണം എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ല, ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോകാം. ആർട്സിലേക്ക് പോകാം, ഫൈനാൻഷ്യൽ ഇതിലേക്ക് പോകാം. എവിടെ പോയാലും ഈ ലിറ്ററസി നിങ്ങളെ സഹായിക്കും. ഫിനാൻഷ്യൽ രംഗത്തേക്ക് പോകാം. പിന്നെ ഒന്നുമല്ല, കൺവെൻഷണൽ ഡിഗ്രി, ഇനി ബയോളജി പഠിക്കാൻ പോയാലും അവിടെയും ബയോ ഇൻഫർമാറ്റിക്സ് ആയിപ്പോൾ ഉള്ളത്. എല്ലാം ഡേറ്റയും കമ്പ്യൂട്ടറും വെച്ച് അനലൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്തിനു പോയാലും, മെഡിക്കലിന് പോയാൽ നിങ്ങൾക്കറിയാം, ആശുപത്രി ചെന്നാൽ അവിടെ ഇഷ്ടംപോലെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഉപകരണങ്ങളാണ്. അതിൽ 2-3 കൂടെ നിങ്ങളെ കയറ്റി വിടാതെ ആശുപത്രിക്കാർ വിടൂല. കാരണം അവർക്ക് ജീവിച്ചു പോകണല്ലോ. അപ്പോൾ എവിടെ പോയാലും ദിസ് ഈസ് ഗോയിങ് ടു ബി അഡ്വാൻറ്റേജ് ഫോർ യു. അപ്പൊ ഇതാണ് STEM education is very important. Science, technology, engineering and mathematics. ഇത് അറിയാവുന്ന ആളുകളാണ് ഇനി ലോകത്ത്
മുന്നേറാൻ പോകുന്നത്. പക്ഷേ ഈ സയൻസ് ടെക്നോളജി ഒക്കെ പറയുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്വാൻസിങ് ടെക്നോളജി ഫോർ ഹ്യൂമാനിറ്റി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചോളാം. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ദുഷ്ടന്മാരായിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരായി തീർന്നാൽ, അല്ലെങ്കിൽ ടെക്നോക്രാറ്റ്സ് ആയി തീർന്നാൽ, അല്ലെങ്കിൽ മെഡിക്കൽ പേഴ്സൺസ് ആയി തീർന്നാൽ, ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ ഓൾ ഓഫ് അസ്. അപ്പൊ അതൊരു ഒരു പ്രശ്നമാണ്. ഇതിപ്പോ കാണിക്കേണ്ട ഒരു സാധനമല്ല. അപ്പൊ ഞാൻ അത് എടുത്ത് മാറ്റിയേക്കാം. So this is one another point. So India is the youngest country. India ലോകത്ത് ഒട്ടാകെ മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാണ്. നമുക്ക് കുറച്ച് നമ്മുടേതായ പരിമിതികളുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എല്ലാത്തിനും പരിമിതിയുണ്ട്. നമുക്ക് TV ചർച്ചയിലെ താല്പര്യം കൂടുതൽ. അപ്പൊ വ്യവസായമൊക്കെ കുറവാണ്. ഉള്ള വ്യവസായികളും കൂടി ഓടിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു ലേൺ വെരി പ്രോപ്പർലി, എക്സ്പെഷ്യലി ദ സ്റ്റെം സ്ട്രീം. എന്നിട്ട് റെഡിയായി നിൽക്കണം എങ്ങോട്ട് പോകാനും. അങ്ങനെ മാത്രമാണ് നമുക്ക്, ലോകം വളരെ ചെറുതുമാണ്, അതേസമയം വളരെ വിശാലവുമാണ്. ഇപ്പൊ ടെക്നോളജി കാരണം എവിടെ നടക്കുന്ന ഡെവലപ്മെന്റും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, THSS എന്ന് പറയുമ്പോൾ ഉടനെ എഞ്ചിനീയറിംഗ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാനും എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നുകൊണ്ട് ഇയാൾ ഒരു എഞ്ചിനീയറിംഗിന്റെ പ്രചാരകനാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം വി വാണ്ട് ഡോക്ടേഴ്സ്, വി വാണ്ട് ടീച്ചേഴ്സ്, വി വാണ്ട് ഫൈനാൻഷ്യൽ എക്സ്പേർട്സ്, വി വാണ്ട് ബയോളജിസ്റ്റ്, വി വാണ്ട് സോഷ്യൽ സയൻസ് പീപ്പിൾ. എല്ലാവരും വേണം. പക്ഷെ എവിടെ പോയാലും ടെക്നോളജി വേണം എന്നുള്ളത് ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സോ ദിസ് ഈസ് അനദർ റെസ്പോൺസിബിലിറ്റി, ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ വന്നു കഴിയുമ്പോൾ, കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ, വി തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് IHRD ടു ട്രെയിൻ യു ഫോർ ദ സിസ്റ്റം എഡ്യൂക്കേഷൻ. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത, മറ്റൊരു സംഗതി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ഏകദേശം ആൾക്കാർക്ക് കഥയൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ വേറൊരു കാര്യത്തിലേക്ക് പോവാം. ഇതെല്ലാം നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഓക്കെ, നിങ്ങൾ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേരുന്നു. വളരെ പ്രത്യേകതയുള്ള ഒരു +2. അത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഗതിയാണ്. ഈ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്ര വ്യാപകമായിട്ട്. അപ്പൊ യു ആർ ലേണിംഗ് ബേസിക് സ്കിൽസ്. സ്റ്റെം എഡ്യൂക്കേഷൻ ബേസിക്സ് ഇസ് വെരി സ്ട്രോങ്. അതിനുശേഷം നിങ്ങൾ ഒരു സത്യം എന്ന് പറഞ്ഞാൽ, whoever studying in technical higher secondary school, they are very appropriately fit for engineering education. ബാക്കി എവിടെ പോയാലും നിങ്ങൾ മുമ്പിലും ആയിരിക്കും. കാരണം നിങ്ങളുടെ ബേസിക്സ് വളരെ ഈ ടെക്നോളജി ബേസ്ഡ്. ഇപ്പൊ ഡോക്ടറാകാൻ പോയാലും ടെക്നോളജി വേണം. കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു ഡോക്ടർക്കും പറ്റില്ല. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തിനു പോയാലും, ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല, നിങ്ങൾ ഇതിൽ ഏതിന് പോയാലും യുവർ THSS ബാക്ക്ഗ്രൗണ്ട് ഇസ് ഗുഡ്. എഞ്ചിനീയറിംഗിന് അത് പ്രത്യേകിച്ചും കുറച്ചുകൂടി സ്യൂട്ടബിൾ ആകും നാച്ചുറലി. ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം, ഇവിടെ പേരൻസ് ഇരിക്കുന്നുണ്ടാവാം, നിങ്ങളുണ്ട്. ദർ ഈസ് എൻ എഗ്രിമെന്റ് കോൾഡ് വാഷിംഗ്ടൺ അക്കോർഡ്. ആ W അത്ര ഭംഗിയായില്ല, ഒന്ന് എഴുതാം. വാഷിംഗ്ടൺ അക്കോർഡ്. ഇതൊരു കരാറാണ്. ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതിന്റെ അർത്ഥം, all the 4-year courses of these countries, participating countries, are globally agreed. 4-year degree. എവിടെ നടക്കുന്ന, ഈ രാജ്യങ്ങളിൽ നടക്കുന്ന 4 വർഷ ഡിഗ്രികൾ ബാക്കിയുള്ളവരെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ഇവിടെ നടക്കുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ഇപ്പൊ പ്രധാനമായിട്ടുള്ള മോർ പോപ്പുലർ 4-year ഡിഗ്രി ഇവിടെ നിന്നുള്ളത്. ബിടെക് എന്നോ മറ്റു സംസ്ഥാനത്ത് പോയി പഠിക്കണമെങ്കിൽ BE എന്നൊക്കെ പറയും. ദിസ് 4-year ഡിഗ്രി കൊണ്ട് നിങ്ങൾക്ക് ഈ വാഷിംഗ്ടൺ അക്കോർഡിൽ മിക്കവാറും എല്ലാ വികസിത രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എവിടെയും പോയി ജോലി ചെയ്യാം. നിങ്ങൾ കാണുന്നുണ്ടാവും, നിങ്ങളുടെ പരിചയക്കാരോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ആളുകളൊക്കെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ആയാലും എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി മറ്റേതെങ്കിലും ആയാലും, ദേ ആർ റെഡിലി accepted anywhere in the world. So this Washington Accord is another point that we have to notice. അപ്പൊ അങ്ങനെ 4 വർഷ ഡിഗ്രികൾ. അപ്പൊ മറ്റു ഡിഗ്രികളുടെ കാര്യം എന്താവുന്നതായിരിക്കും, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് മെഡിക്കൽ, അത് 5 വർഷ ഡിഗ്രിയാണ്. അതൊക്കെ അംഗീകൃതമാണ്. എങ്കിൽ 4-year ഡിഗ്രീസ് ഹാവ് ഗോട്ട് പോപ്പുലാരിറ്റി. ഇനി ഇതിനോടനുബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, ഓൾമോസ്റ്റ് ഓൾ ഡിഗ്രീസ് ആർ ഗോയിങ് ടു ബി 4-year ഡിഗ്രീസ്. അതും ഈ ടെക്നിക്കൽ സ്കൂളിൽ പഠിക്കുന്ന ആളുകൾക്ക് സഹായകമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് നൗ കം അപ്പ് വിത്ത് ദിസ് തിങ്, NEP 2020, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇൻഡസ്ട്രി വ്യവസായ വിപ്ലവം 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞു. ആരും വിദ്യാഭ്യാസ വിപ്ലവത്തെ കുറിച്ച് പറയുന്നില്ല എന്ന്. ഇതൊരു വിപ്ലവമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ GOI. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയൊരു വിദ്യാഭ്യാസ നയം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. 2020 അത് വന്നത്. സാവധാനം അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി, മറ്റു ചില സംസ്ഥാനങ്ങൾ ഒക്കെ നടപ്പാക്കി തുടങ്ങി ഇതിലെ പോളിസികൾ. കേരളം അത് നടപ്പാക്കും. നിങ്ങൾക്കറിയാം കുറച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, എങ്കിലും രാജ്യത്തെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനേ കഴിയും. അപ്പൊ അതിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല, കുറെ തർക്കങ്ങളൊക്കെ ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇറ്റ്സ് എ ഹോട്ട് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. വി ഓൾസോ ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ മെനി ഡിസ്കഷൻസ്. ഞാൻ ഒരു ഡിസ്കഷൻ, ഒരു പാനൽ ഡിസ്കഷൻ മോഡറേറ്റഡ് 2-3 ഓൺ NEP, in which ഒരെണ്ണത്തിൽ ശശി തരൂർ സാർ ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് ഹാപ്പനിങ്, ഡിസ്കഷൻ ഈസ് മൂവിങ് അറൗണ്ട്. എന്തായാലും ഇതിലെ 2 കൺസെപ്റ്റുകൾ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതായിട്ട് തോന്നി, നല്ലതായിട്ട് തോന്നി. ഇറ്റ് ഈസ് ഹൈലി സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. ആ കൺസെപ്റ്റുകൾ 2 റൗണ്ട് ദി ഇയർ രജിസ്ട്രേഷൻ, റൗണ്ട് ദി ഇയർ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ഒരു കാര്യം. അല്ലെങ്കിൽ അതിനെ 360 ഡിഗ്രി രജിസ്ട്രേഷൻ എന്ന് പറയും. 360 ഡിഗ്രി ഞാൻ പറയാം എന്താന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം which I found very interesting is the concept of ABC, Academic Bank of Credits. അതാണ് അതിന്റെ ഫുൾ ഫോം, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്. എന്താന്ന് ഞാൻ പറയാം. ഇപ്പോ നമുക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം, അതിപ്പറ്റി HSSലെയോ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലോ ഉൾപ്പെടെ രാജ്യത്തെ ഒട്ടാകെ തന്നെ ഹൈലി ടീച്ചർ സെൻട്രിക് ഓർ സിസ്റ്റം സെൻട്രിക്, വിദ്യാർത്ഥി കേന്ദ്രീകൃതമല്ല. നിങ്ങൾ എപ്പോ SSLC നിങ്ങൾ SSLC പരീക്ഷ എഴുതണം ഞങ്ങൾ പറയും, പരീക്ഷാഭവൻ പറയും അന്ന് പോയി എഴുതിക്കോണം, ഇന്ന സബ്ജക്ട് ഇന്ന ദിവസം എഴുതണം, അല്ലെങ്കിൽ ചാൻസ് കിട്ടില്ല, ഇതൊക്കെ പറയും. ഒരു എക്സാം സീസൺ, പിന്നെ അത് കഴിയുമ്പോൾ ഒരു റിസൾട്ടിന്റെ സീസൺ, പിന്നെ ഒരു അഡ്മിഷൻ സീസൺ. നിങ്ങളിപ്പോൾ അവിടെയാണ്, അഡ്മിഷൻ സീസൺ ആണ്, നിങ്ങൾ MTHS സെലക്ട് ചെയ്തു, ഇതൊരു സീസൺ. ഇനി ഇതൊക്കെ കഴിയുമ്പോൾ ടീച്ചർമാരെല്ലാം കൂടെ വളരെ വാശിയോടുകൂടി നിങ്ങളെല്ലാം പഠിപ്പിക്കാൻ തുടങ്ങും. ഭയങ്കര ബോറിംഗ് ആവും അല്ലെ കുറെ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു THSSൽ അങ്ങനെയല്ല കേട്ടോ. ഒരു സീസൺ ഫോർ എന്താണ് ടീച്ചിങ് ലേണിംഗ്, പിന്നെ പരീക്ഷാ സീസൺ, തോൽക്കാൻ ഒരു സീസൺ, ജയിക്കാൻ ഒരു സീസൺ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറാൻ പോവുകയാണ്. This policy is going to change. Round the year registration എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് വേറൊരു കാര്യം കൂടി വരും, ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ, ഇതൊക്കെയാണ് പുതിയ കൺസെപ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് എഡ്യൂക്കേഷന്റെ കൺസെപ്റ്റ് തന്നെ മാറുവാണ്. എഡ്യൂക്കേഷൻ ഈസ് ബേസിക്കലി ഫോർ സ്കിൽ ഡെവലപ്മെന്റ്. അതാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ്, സ്കിൽ ഡെവലപ്മെന്റ്. അതാണ് അടുത്ത വാക്ക്, സ്കിൽ ഡെവലപ്മെന്റ്. എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? കോഴ്സേര, ചിലരെങ്കിലും ചില കോഴ്സൊക്കെ ചെയ്ത് കാണും. കോഴ്സേര, ഉഡെമി, പിന്നെ IITയുടെ ഒക്കെ NPTEL, ഇതൊക്കെ കേട്ടിട്ടുള്ള ആരെങ്കിലും പറയാമോ? നിങ്ങൾക്ക് സ്വയം രജിസ്റ്റർ ചെയ്തിട്ട് ചില കോഴ്സുകളൊക്കെ പഠിക്കാം, സർട്ടിഫിക്കേഷൻ ഒക്കെ നേടാം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കോഴ്സേര ഇല്ല, ഓക്കെ. എന്നാ പറ്റും. നിങ്ങൾക്ക് ഓൺലൈനിൽ പോയിട്ട് കോഴ്സേര, ഉഡെമി, ഇതൊക്കെ ഓരോ അംഗീകൃത ഏജൻസികളാണ്. നിങ്ങൾക്ക് ഇവരുടെ കോഴ്സുകളൊക്കെ എടുക്കാം, സ്വയം പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് പൈത്തൺ ഒരു കോഡിംഗ് ആണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. പൈത്തൺ പഠിക്കണം എന്നൊരാൾക്ക് തോന്നിയാൽ ഇതിൽ അംഗീകൃത സംഗതികളാണ് ഇതെല്ലാം. ഇവിടെ കയറിയാൽ നിങ്ങൾക്ക് സ്വയം രജിസ്റ്റർ ചെയ്യാം, ചെറിയൊരു ഫീസ് ഉണ്ടാവും, സ്വയം പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റൗണ്ട് ദി ഇയർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രത്യേക അഡ്മിഷൻ സീസൺ ഒന്നുമില്ല. നിങ്ങൾക്ക് തോന്നുവാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നി എനിക്ക് പൈത്തൺ പഠിക്കണം എന്ന് തോന്നുവാണ്. ബിക്കോസ് പൈത്തൺ വളരെ ആവശ്യമുണ്ട് ജോബ് മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തോന്നി. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേലും പഠിക്കാം. ഇതെല്ലാം അംഗീകൃത കോഴ്സുകളാണ്, ഉണ്ടാവും. ഇതൊക്കെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ സ്വയം രജിസ്റ്റർ ചെയ്യുക, എപ്പോഴാണെങ്കിലും, എപ്പോഴാണോ തോന്നുന്നു അപ്പൊ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് there are video lectures, contents, അതൊക്കെ അവർ തരും നിങ്ങൾക്ക്. PDF ഉണ്ടാവും, വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇപ്പോഴത്തെ ഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ഗുണം, ഒരു സബ്ജക്ട്, അതാണ് ഞങ്ങൾ ടീച്ചർമാരുടെ വലിയ വിഷമത്തിലാണ്. ഞാനിപ്പോൾ ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്നു, അപ്പൊ ഇതിനേക്കാൾ നന്നായിട്ട് ഇതേ സബ്ജക്ട് പഠിപ്പിക്കുന്ന ആളുടെ വീഡിയോ യൂട്യൂബിൽ വരും. അപ്പൊ പിള്ളേരെല്ലാം അങ്ങോട്ട് പോകും, ഞങ്ങളാകെ വിഷമത്തിലാണ്. സോ ദിസ് ഈസ് എ ചലഞ്ച് ഫോർ ടീച്ചേഴ്സ്. അപ്പൊ നല്ല ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം, ഇതറിയാവുന്ന കൂട്ടുകാരുടെ സഹായമൊക്കെ നേടാം. അങ്ങനെ ഇഷ്ടമുള്ളപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് പയ്യെ പഠിക്കാൻ തുടങ്ങാം.
കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നിക്കൊള്ളാം പഠിച്ചിട്ടുണ്ട്, ഇനി ഒരു പരീക്ഷയായി കളയാം, എന്നിട്ട് അതിൻ്റെ പരീക്ഷ ചെയ്താലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഒരു ഇമെയിൽ അയച്ചാൽ മതി, എനിക്കൊരു പരീക്ഷ എഴുതണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു പരീക്ഷ ഇഷ്ടമുള്ളപ്പോൾ ടീച്ചറെ പറയുക. ചിലപ്പോൾ സർപ്രൈസ് ടെസ്റ്റും ചില ടീച്ചർമാർ നടത്തിക്കളയുക, വളരെ ക്രൂരതയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് ചിലപ്പോൾ തിരക്കാകുമ്പോൾ അവരെന്ത് ചെയ്യും, സർപ്രൈസ് ടെസ്റ്റ് ആണ്, എല്ലാവരും പേപ്പറും പേന എടുത്തോളം പറയും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇത് ദിസ് ഈസ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ. നിങ്ങളാണ് ആവശ്യപ്പെടുക പരീക്ഷ വേണമെന്ന്. അത് നമ്മുടെ ഇപ്പോഴത്തെ പോലെ മെമ്മറി ടെസ്റ്റ് എക്സാമിനേഷൻ അല്ല. ദേ വിൽ ഗിവ് യു എ ഹാക്കത്തോൺ, ഒരു പ്രോബ്ലം. ഹാക്കത്തോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ്. ഓക്കെ, ഞാൻ അത് പ്രത്യേകമായി പറയുന്ന ഒരു വാക്കാണ് കേട്ടോ, പ്രോബ്ലം സോൾവിങ്. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. എന്തായാലും ഒരു പ്രോബ്ലം തന്നിട്ട് നിങ്ങൾ പറയും ഇത് പൈത്തൺ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക. ഇതൊരു ഉദാഹരണം മാത്രം കേട്ടോ. പൈത്തൺ അതൊരു സോഷ്യൽ സബ്ജക്റ്റ് ആകാം, അതൊരു സാമൂഹ്യ പാഠം സബ്ജക്റ്റ് ആകാം, അതൊരു ബയോളജി സബ്ജക്റ്റ്, എന്തും ആകാം. ഒരു ഉദാഹരണം മാത്രമാണിത്. എന്നിട്ട് പറയും ഇത് ഉപയോഗിച്ച്, പൈത്തൺ ഉപയോഗിച്ച് ഓക്കെ ഒരു ഓട്ടോമാറ്റിക് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാക്കി തരണം എന്ന് പറയും. അതിന് നിങ്ങളോട് പറയും നിങ്ങൾക്ക് പുസ്തകം നോക്കാം, നിങ്ങൾക്ക് ഗൂഗിൾ നോക്കാം, നിങ്ങൾക്ക് ആരുമായിട്ട് വേണേൽ ഡിസ്കസ് ചെയ്യാം ഈ പരീക്ഷ എഴുതാൻ. അതാണ് ആ പരീക്ഷയുടെ ഗുണം. പക്ഷേ നിങ്ങൾക്ക് നല്ല നോളജ് ഇല്ലെങ്കിൽ എന്തൊക്കെയായാലും ഇത് ചെയ്യാൻ പറ്റില്ല, ഈ ഹാക്കത്തോൺ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ സമയം തരും, 2 ദിവസത്തിനുള്ളിൽ തരിക, 3 ദിവസത്തിൽ സബ്മിറ്റ് ചെയ്യുക, 24 മണിക്കൂറിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ അത് ചെയ്യുക. ദേ വിൽ ഇവാലുവേറ്റ് ഇറ്റ് ആൻഡ് ഫൈനലി അതിന്റെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ ഒരുമാതിരി നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവാം. അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കിട്ടും. ഓക്കെ, ഒരു 6 ക്രെഡിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അവിടെയാണ് പുതിയ സങ്കല്പം, ദ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. ഓരോരുത്തർക്കും നമ്മുടെ ആധാർ നമ്പറൊക്കെ പോലെ ഇറ്റ്സ് എ ഡിജി ലോക്കർ സിസ്റ്റം. ഡിജി ലോക്കറൊക്കെ പോലത്തെ ഒരു സംവിധാനമാണ്. ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ നിങ്ങളുടെ പേരിൽ ഈ 6 പോയിന്റ് സ്റ്റോർ ചെയ്ത് വെക്കും. അതവിടെ കിടന്നോളും. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ ചില സമ്മർദ്ദം കാരണം പിന്നെ പെട്ടെന്ന് വേറെ നാട് വിട്ടു പോകേണ്ടി വന്നു, വേറെ സ്ഥലത്ത് ജോലിക്ക് പോകേണ്ടി വന്നു, നിങ്ങൾ പൊയ്ക്കോ, യു ക്യാൻ എക്സിറ്റ് അറ്റ് എനി ടൈം. ഒരു വിഷയമില്ല, നിങ്ങൾ അങ്ങനെ കൃത്യസമയത്തൊന്നും നിൽക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ. അങ്ങനെ പോയിട്ട് ലോകത്തിന്റെ വേറൊരു സ്ഥലത്ത് ഇരുന്നോണ്ട് നിങ്ങൾക്ക് പിന്നീട് തോന്നുകയാണ് എനിക്ക് വീണ്ടും പഠിക്കണം തോന്നുകയാണ് വേറൊരു സാധനം. ഇതുപോലെ അംഗീകൃത സ്ഥലത്ത് വീണ്ടും രജിസ്റ്റർ ചെയ്യാം. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴി സ്കോർ നേടാം. ഒരു 4 സ്കോർ കിട്ടി വിചാരിക്കുക, അപ്പൊ എത്ര സ്കോറായി? ഒരു 10 സ്കോറായി. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തരാം. ഡിപ്ലോമ നിങ്ങൾ വീണ്ടും പഠിക്കുക, വീണ്ടും ജോലി ചെയ്യുക, സൗകര്യമുള്ളപ്പോഴൊക്കെ പഠിക്കുക. അതാണ് ഇഷ്ടമുള്ളപ്പോഴുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് ടു ദി എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പൊ അത് പറ്റില്ല. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറ്റൻഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പുറത്താക്കുന്ന വളരെ ക്രൂരമായ സംവിധാനം ഇപ്പോൾ ഉള്ളത്. സ്കൂളിൽ നിന്നുണ്ട്, അറ്റൻഡൻസ് ഇല്ല, പുറത്ത്. അതൊക്കെ മറന്നു പോവുകയാണ്. നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം. നിങ്ങൾ വീണ്ടും പോയിന്റ് എക്സ് വൈ പല പോയിന്റ് നേടിയിട്ട് ഒരു പോയിന്റിൽ സപ്പോസ് യു ഗോട്ട് 50 പോയിന്റ്സ്, അതൊരു ഡിഗ്രിക്ക് പറ്റിയ പോയിന്റ് ആണെങ്കിൽ ഓരോന്നിനും ക്രെഡിറ്റ് ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. യു വിൽ ഗെറ്റ് എ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഡിഗ്രി ഒക്കെ തന്നെ ഇപ്പൊ മീനിങ്ലെസ് ആവും. കാരണം ഇതിന്റെ ഒരു ഗുണം ലോകത്തിന് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം. ഈ ബോറിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ് ഒന്നും കേൾക്കണമെന്നൊന്നുമില്ല. നമുക്ക് ലോകത്തിന് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം. അംഗീകൃത സ്ഥലമായിരിക്കണം. യൂണിവേഴ്സിറ്റികൾ പരസ്പരം, രാജ്യങ്ങൾ പരസ്പരം അംഗീകരിച്ച സ്ഥലങ്ങളിൽ നിന്ന് കോഴ്സുകൾ എടുക്കാം, പാസ്സാകാം, വീണ്ടും പഠിക്കാം, പഠിത്തം നിർത്താം. മാത്രമല്ല NEP പറയുന്ന വളരെ പുതിയ ഒരു കാര്യം, ദർ ഇസ് നത്തിങ് ലൈക്ക് സെപ്പറേറ്റ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, മെഡിക്കൽ കോളേജ് ഒഴികെ ഒന്നിനും തന്നെ പ്രത്യേകമായിട്ടുള്ള കോളേജ് വേണ്ട എന്നുള്ള സങ്കല്പമായിരുന്നു. കാരണം മിക്സ്ഡ് ലേണിംഗ് ആണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ സിനിമക്കാരെല്ലാം എഞ്ചിനീയർമാരാ അല്ലെ, സിനിമാ നടന്മാർ അതെ, മ്യൂസിഷ്യൻസ് അതെ, അതിന്റെ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നവർ അതെ, സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റുകാരൊക്കെ പലരും എഞ്ചിനീയർമാരാണ്. അപ്പൊ ഒരു എഞ്ചിനീയർക്ക് പാട്ട് പഠിക്കണം തോന്നിയാൽ അതിലും കോഴ്സ് ഉണ്ട്. IITക്കൊക്കെ പാട്ടിന്റെ കോഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്രെഡിറ്റ് നേടാം. ഈ ഫൈനാൻസ് ഉണ്ട്, കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ അറിയുന്ന നല്ലതാണ്. ഇപ്പൊ എന്താണ് വെബ്, അപ്പൊ അത് പഠിക്കേണ്ടവർക്ക് അത് പഠിക്കാം. സോ ഇറ്റ്സ് എ ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. സ്കിൽ ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ ജോലിക്കും മഹത്വം ഉണ്ടെന്ന് പറയുന്നത്. എല്ലാ ജോലിക്കും ആളെ വേണം. തെങ്ങ് കയറാൻ ആളെ വേണം. ഡിഗ്രിക്കാരെ ധാരാളം കിട്ടും, തെങ്ങിൽ കയറാൻ ആളെ കിട്ടാനില്ല. മാത്രമല്ല ഒരു ഐ ഓപ്പണർ കൈൻഡ്, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏകദേശം 5 ലക്ഷത്തിലധികം അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരാരും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പരസ്യം കണ്ടിട്ട് ഇവിടെ പൈസ ചെലവഴിക്കാൻ വന്നതല്ല. ദേ ആർ ഓൾ വർക്കിംഗ് ഫോർ മിനിമം 900 rupees എ ഡേ. അപ്പൊ 900 into 5 lakhs എത്രയാണെന്ന് വിചാരിച്ചോണം ഒരു ദിവസം. അപ്പൊ തൊഴിലുണ്ട്, നമ്മുടെ സമീപനമാണ് പ്രശ്നം. സ്കിൽ ഡെവലപ്മെന്റ് ആണ് പ്രശ്നം. വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആളെ വേണം, മെഡിക്കൽ എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യുന്ന ആളെ വേണം, സോഷ്യൽ അനാലിസിസും കൗൺസിലിംഗും നടത്തുന്ന ആളെ വേണം, സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ആളെ വേണം, എത്തിക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ആളെ വേണം, ഉപദേശി വേണം, എല്ലാവരും വേണം. സോ ഇതിനെല്ലാം ടെക്നോളജി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആളുകളിൽ എത്താൻ പറ്റും.
So that is the importance of the STEM and the THSS education. വേറൊരു പോയിന്റ് ആണത് വാഷിംഗ്ടൺ അക്കോർഡിന്റെ വെളിച്ചത്തിൽ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020യുടെ വെളിച്ചത്തിൽ. So these are all helping us to understand the importance of this education, especially this technology-based education. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചിലർക്ക് അഭിപ്രായം ഉണ്ടാകും, ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതുകൂടി കേൾക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്. Anybody want to add something? സ്ലൈഡ് കുറെയൊക്കെ ഞാൻ കളയുന്നുണ്ട്, കുറെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ഏകദേശം ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പോട്ടെ, നമുക്കിടെ ഇത് തന്നെ മതി. ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ, അഭിപ്രായം പറഞ്ഞോളൂ. അഭിപ്രായ വ്യത്യാസം ആയിക്കോട്ടെ. അഭിപ്രായമല്ല, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ. സാറ് പറഞ്ഞ ഒരു പുതിയൊരു മെത്തേഡ് ഉണ്ടല്ലോ, അതെ, അത് നടപ്പിലാക്കി ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുകയാണോ അതോ ചെയ്യാൻ പോകുന്നുള്ളോ? അല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് വളരെ അധികം മുമ്പ് തന്നെ വെബ്സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആക്കി ആളുകളുടെ അഭിപ്രായമൊക്കെ തീരുമാനിച്ചു. നിയമമായി കഴിഞ്ഞു. ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കം ചില യൂണിവേഴ്സിറ്റികൾ DUലൊക്കെ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ ചിലപ്പോൾ ഡിഗ്രി തലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു പ്രിലിമിനറി കൺസെപ്റ്റിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. എനിവേ, ഇന്ത്യ ഗവൺമെന്റ് അതുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിലൊക്കെ രാഷ്ട്രീയവും തത്വാധിഷ്ഠിതവും ഒക്കെ ആയിട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷെ മാറണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് സംശയമില്ല. നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയമൊക്കെ എന്തായിരുന്നാൽ തന്നെയും, കാരണം എഡ്യൂക്കേഷൻ ഈ ഓർമ്മ പരിശോധന കൊണ്ടൊന്നും കാര്യമില്ല. As a placement officer, what I have seen is, വെറുതെ എനിക്ക് I do remember the placement in Google. ഒരു 7 വർഷം മുമ്പാണ് ഗൂഗിൾ വന്നു. ഞാനന്ന് മർലഞ്ചേരി കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസറാണ്. ഒരു 4 പേര് ഫൈനൽ റൗണ്ടിലെത്തി. ഈ 4 പേരിൽ ആരെടുത്താലും ഒരേപോലെയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതില് അവർക്ക് 3 പേരെ വേണ്ടു. അവർക്ക്, കാരണം ഗൂഗിൾ ഈസ് നോട്ട് എ ബൾക്ക് റിക്രൂട്ടർ. അപ്പൊ അതിലൊരാൾ ഔട്ടായി തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ നോക്കുമ്പം അകത്തുള്ള ഒരാളെക്കാരും ഇയാൾക്ക് ബിടെക്കിന്റെ മാർക്കൊക്കെ നോക്കുമ്പോൾ കൂടുതലുണ്ട്. എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് ദി ഗൂഗിൾ ഗൈസ്. അതിനു മുമ്പ് ചെയ്യാൻ പാടില്ല, ദാറ്റ് ഇസ് എ പോളിസി മാറ്റർ. അപ്പൊ പറഞ്ഞു, പ്രൊഫസർ രാജേഷ്, വാട്ട് യു സെഡ് ഈസ് കറക്റ്റ്, ഹി വാസ് ഓൾസോ ടോട്ടലി ഗുഡ് ആൻഡ് ഫിറ്റ്. പക്ഷെ ഞങ്ങൾക്ക് 3 പേര് മതി. ഞങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് ക്യാമ്പസ് സെലക്ഷൻ ദാറ്റ് വി ആർ ഡൂയിങ് ക്യാമ്പസ് റിജക്ഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, the reason by which we have side അല്ലാതൊന്നും ഞങ്ങൾക്ക് പറയുന്നത് ഒരാളെ കളഞ്ഞേ പറ്റുള്ളൂ, അതാണ് കാര്യം. അതിനവർ പറഞ്ഞത്, they looked into കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ സ്കിൽ ഡെവലപ്മെന്റ്. ഇപ്പൊ ഈ ബാക്കി എല്ലാവരും IEEE ഇതൊക്കെ ഓരോ സംഘടനകളാണ്, ഗ്ലോബൽ ഓർഗനൈസേഷൻ, മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അറിയും, ലോകത്തെവിടെ അങ്ങനെ പലതും. ഓക്കെ, അത് എഞ്ചിനീയറിംഗിലേക്ക് വരുന്നവർക്ക് അത്, മെഡിക്കലാണ് വേറെ സംഘടന ആയിരിക്കും. ഇത്തരം പരിപാടികൾ, ടെക്നിക്കൽ ഈവന്റ്, ഇതുപോലെയുള്ള വെബിനാർ, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, നടത്തുക, കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പിന്നെ ആളുകളെ സംഘടിപ്പിക്കുക, സംസാരിക്കുക, ഇതൊക്കെ വേണം. ബിക്കോസ് ഒരു കമ്പനി എൻവയൺമെന്റിൽ വി ആർ വർക്കിംഗ് ഇൻ എ ഗ്രൂപ്പ്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഡൈനാമിസം വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വേണം, ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, ഗ്രൂപ്പ് ഡൈനാമിസം വേണം. ഇപ്പോഴാണെങ്കിലോ വർക്ക് ഫ്രം ഹോം എന്നൊക്കെയുള്ള സ്കില്ലുകൾ വേണം. ഈ വർക്ക് ഫ്രം ഹോം ഭയങ്കര ചലഞ്ചാണെന്നാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പലരും പറഞ്ഞത്. പണ്ട് ആരോ പറയും, കൂട്ടത്തിൽ പാട്ടും എന്താണ് വെള്ളത്തിൽ പൂട്ടും എളുപ്പം എന്ന് പറയും. അതായത് നമ്മൾ കമ്പനിയിലായിരിക്കുമ്പോൾ വി ആർ ഇൻ എ ഗ്രൂപ്പ്, നമുക്കിപ്പോൾ ചില കോഡിംഗ് ഒന്നും അറിയത്തില്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒക്കെ നമ്മളെ സഹായിക്കും. പക്ഷേ വെൻ യു ആർ വർക്കിംഗ് ഫ്രം ഹോം, യു ആർ അലോൺ ആൻഡ് സംടൈംസ് യു ഹാവ് ടു ഡീൽ വിത്ത് ക്ലയൻസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർ സം അതർ പ്ലേസസ് വേർ ദ ഇംഗ്ലീഷ് ഈസ് വെരി പുവർ. വേറെ വല്ലോ രാജ്യങ്ങളാണ് ഇംഗ്ലീഷ്, നമ്മുടെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവില്ല. ഇത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. നല്ല നോളജ് ഉള്ള ആൾക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ചെയ്യുന്ന ഒരാൾക്ക് പ്രശ്നം വരും, ചിലപ്പോൾ സമ്മർദ്ദം ഉണ്ടാവും. സോ സ്കിൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അത് അടിച്ചേൽപ്പിക്കാനും പറ്റില്ല. നിങ്ങൾ എല്ലാവരും പൈത്തൺ പഠിപ്പിക്കണമെന്ന് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വളരെ ഗുഡായിസമാണ്, അക്കാഡമിക് ഗുഡായിസം, റൈറ്റ്? ദാറ്റ് കനോട്ട് ബി ഡൺ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൈത്തൺ പഠിക്കണമെന്ന് ഒരു ദിവസം പായ നിൽക്കുമ്പോൾ തോന്നുവാണെങ്കിൽ അത് പഠിക്കാം. ഇനി അങ്ങനെയല്ല, സംഗീതമാണ് പഠിക്കണം തോന്നി അത് പഠിക്കാം. ഈ ഫ്രീഡം ലോകത്താകെ ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ദ ബൗണ്ടറീസ് ഓഫ്
countries, universities, colleges, and institutions, all these are becoming very blurred. നമുക്ക് ഇനിയിപ്പോ വലിയ കെട്ടിടങ്ങൾ തന്നെ ആവശ്യമുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പൊ അത്തരത്തിൽ വളരെ റെവല്യൂഷണറി ആയിട്ട് വെച്ചാൽ കേരളത്തിൽ വരുന്നതേ ഉള്ളൂ. ചില യൂണിവേഴ്സിറ്റികളെ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാം ഉള്ളത് APJ അബ്ദുൽ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്, APJ KTU. അവര് IITD ഒക്കെ ചില കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകളുണ്ട്. അതിനെ പറയുന്നവര് NPTEL എന്ന് പറയും. അല്ലെങ്കിൽ ഇതൊക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടും, എല്ലാം ഗൂഗിളിലുണ്ട്. MOOCs, മാസീവ് ഓപ്പൺ ആൻഡ് ഓൺലൈൻ കോഴ്സസ്, ഓക്കെ, MOOC, ഇതൊക്കെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ കൂട്ടും. നിങ്ങളുടെ ഡിഗ്രിയോടൊപ്പം അറിവുള്ള അധ്യാപകർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ, ബാക്കി ആരും കേൾക്കില്ല. ദിസ് ഈസ് ദ റെവല്യൂഷൻ കമ്മിങ്. അപ്പൊ ഇത് പയ്യെ വന്നുകൊണ്ടിരിക്കുകയാണ്, വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് എൻ്റെ ഒരു പ്രതികരണം. താങ്ക് യു. ആരാണ് ചോദിച്ചത്? പേരും കൂടി പറഞ്ഞാൽ. എന്റെ പേര് പ്രണവ്. ഓക്കെ, താങ്ക് യു പ്രണവ്. എനിബഡി എൽസ്? ഇനി രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട്, കാരണം ഇപ്പൊ എന്റെ ക്ലോക്കിൽ 12:15, 1.5 മണിക്കൂറിൽ കൂടുതൽ ഒരാളെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൊറിബിൾ. രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഇനി പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, എ സ്റ്റോറി അബൌട്ട് പ്രോബ്ലം സോൾവിങ്. അത് അവസാനം പറയാം. കാരണം നമ്മുടെ എല്ലാം ലക്ഷ്യം പ്രോബ്ലം സോൾവിങ് ആണ്. നിങ്ങൾ ഭയങ്കര പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ സലീന ടീച്ചർ നേരിട്ടുള്ളതായിരിക്കും. ബട്ട് പ്രോബ്ലം സോൾവിങ് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എവരി ഇൻഡിവിജ്വൽ. നമ്മുടെ എല്ലാം അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ IHRD-യിൽ നിങ്ങൾ ഇപ്പൊ ചേർന്നു, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. there are certain advantages. അതിന്റെ ഒരു പിക്ചർ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദിസ് മേ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഒരു കരിയർ ഓപ്ഷൻസ് വൺസ് യു ആർ ഇൻ ദി IHRD ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രത്യേകത, 8ാം ക്ലാസ് മുതൽ ഞങ്ങളുടെയൊക്കെ കൂടെ ഡോക്ടറേറ്റ് വരെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതുവരെ പഠിക്കാൻ പറ്റും. PhD, ഓക്കെ, ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് PhD. ഇതിനുള്ള സാഹചര്യം ഉണ്ട്. 8ാം ക്ലാസ്സിൽ ശരിക്കും അഡ്മിഷൻ ഉണ്ട്, അതിവിടെ കാണിച്ചിട്ടില്ല. നിങ്ങൾ 10 കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്, നിങ്ങൾ 11-12ലേക്കാണ് വന്നേക്കുന്നത്. എങ്ങനെയായാലും 8-ലൊക്കെ തുടങ്ങിയാൽ നിങ്ങൾക്ക് 11-ലെത്താം, 12-ലെത്താം. അതിനുശേഷം സോ മെനി ഓപ്ഷൻസ്. ചിലർക്ക് അവിടെ തന്നെ ജോലിക്ക് പോവാം. അത് പോരാ, നിങ്ങളൊക്കെ കുറച്ചുകൂടി പഠിക്കുന്ന ആൾക്കാരാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ല, ITIക്ക് പോവാം, അത് 10 കഴിഞ്ഞിട്ട് പോവാം ITIയിലേക്ക്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ജോബ്, അങ്ങനെ ഒരു പോസിബിലിറ്റി. ദെൻ ഈ +2 കഴിഞ്ഞ ആൾക്കാർക്ക്, നമ്മുടെ THSS കഴിഞ്ഞ ആൾക്കാർക്ക് ഡിപ്ലോമയിലേക്ക് 2ാം വർഷത്തിലേക്ക് നേരിട്ട് കയറാം. ഇറ്റ് ഈസ് കോൾഡ് ലാറ്ററൽ എൻട്രി. നമുക്കുണ്ട് 9 മോഡൽ പോളിടെക്നിക്സ് ഉണ്ട് IHRDക്ക്, അവിടേക്ക് പോവാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ അപ്ലൈഡ് സയൻസ് കോളേജ് ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല ശരിക്കും, അതും കൂടി കാണിക്കേണ്ടതായിരുന്നു. യു ക്യാൻ ഗോ ടു ആഫ്റ്റർ +2 യു ക്യാൻ ഗോ ടു അപ്ലൈഡ് സയൻസ് കോളേജസ്, BSc, BCom അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, CA. അല്ല, എൻട്രൻസ് എഴുതിയിട്ട് യു ക്യാൻ കം ടു BTech ഫസ്റ്റ്. അപ്പൊ ഡിപ്ലോമയിൽ കയറിയ ആളുകൾക്ക് അങ്ങനെ പറഞ്ഞ് 3 വർഷം, 10 കഴിഞ്ഞ് പോവുകയാണെങ്കിൽ 3 വർഷം പഠിക്കണം, 12 കഴിഞ്ഞ് പോവുകയാണെങ്കിൽ 2 വർഷം കഴിക്കണം, ഒന്നുകിൽ ജോലിക്ക് പോവാം, അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി BTech 2ാം വർഷത്തിലേക്ക് കയറാം. ഇങ്ങനെ ഇവിടെ എന്നിട്ട് ആ BTech പൂർത്തിയാക്കാം. ഇതിനിടയ്ക്കൊക്കെ എക്സിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ജോലിക്ക് പോകാം. ഇപ്പൊ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസികൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും എക്സിറ്റ് ആകാം, നോ ഇഷ്യൂസ്. ഇപ്പൊ അസഫ്നോ ഇപ്പൊ എളുപ്പമല്ല. എന്നിട്ട് ജോലിക്ക് പോവാം. ഇനി അല്ല, വേണമെങ്കിൽ MTechന് പോരാം, എന്നിട്ട് അവിടെ നിന്ന് വേണം ജോലിക്ക് പോവാം. അല്ല, വേണ്ട PhD വേണമെന്ന് വെച്ചാൽ അങ്ങനെ ആവാം, എന്നിട്ട് ജോലിക്ക് പോവാം. ഇനി നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടും വെറുതെ ഇരിക്കാം, അല്ലെ? അതും സൂക്ഷിച്ചോണം. സോ യു ഹാവ് ടു ബി വെരി കോമ്പറ്റേറ്റീവ് ആൻഡ് യു ഹാവ് ടു ബി വെരി സ്ട്രോങ് അബൌട്ട് യുവർ ബേസിക്സ്. അപ്പൊ IHRD ആസ് എ ഹോൾ is a very peculiar kind of concept in government where you have possibilities from standard 8 to PhD studies. അപ്പൊ അതുകൊണ്ട് I am happy to see that you are all part of such a great network. മാത്രമല്ല, ഇത്രയും സ്ഥാപനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ വരും, എക്സെപ്റ്റ് ടീച്ചേഴ്സ്. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഇങ്ങനെ സലീന ടീച്ചർ വിളിക്കുന്നതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്കൊരു
ഭാഗ്യമുണ്ടായി. ഇന്ന് പഠിപ്പിക്കുന്നില്ല ഒന്നും, ചർച്ച മാത്രം. എങ്കിലും മാത്രമല്ല, she was also requesting me to have a separate session for electronics engineers because I am basically an electronics engineer. അപ്പോൾ electronics ഒരു ഡിസ്കഷൻ വേണം, അതെടുത്ത ആൾക്കാർക്ക് പറഞ്ഞു. അതുണ്ടാവും, that will be very interesting. അത് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നതാണ്, because we have hierarchy of network of institutions, around 90 institutions of different nature, പല എക്സ്പേർട്സും ഉണ്ട്. സോ നിങ്ങളെയൊക്കെ THSSനെ സഹായിക്കുന്നതിന് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഓൺ എനി എഞ്ചിനീയറിംഗ് ഓർ ഈവൻ ഹ്യൂമാനിറ്റീസ് ഇഷ്യൂസ്. അപ്ലൈഡ് സയൻസിലൊക്കെ വി ഹാവ് ഹ്യൂമാനിറ്റീസ് പീപ്പിൾ ആസ് വെൽ. അപ്പൊ അങ്ങനെ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് നെറ്റ്വർക്ക്. ഇന്നത്തെ കാലത്ത് നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ പോയാൽ. അപ്പോൾ വി ആർ ഓൾ റെഡി ടു ഹെൽപ്പ് യു. അങ്ങനെ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് ഗ്രേറ്റ് നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Then I think I will move on to my last story. കാരണം ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. After that last story, I would like to entertain some questions on higher education. ഇത് കഴിഞ്ഞ് എന്ത് വേണമെന്നൊക്കെ ഒത്തിരി ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. Okay, any questions on this particular discussion on the possibilities of study and job once you are part of IHRD? Okay, I think that is clear. അത് വലിയ ഒരു ഇന്റലിജന്റ് കാര്യമല്ല. It's an information. That was very clear. ഇനി what I am trying to tell you is a story again. കാരണം ഒരു കഥയിൽ തുടങ്ങിയിട്ട് ഒരു കഥയിൽ അവസാനിക്കാം. അപ്പൊ മൊത്തത്തിൽ എന്തെങ്കിലും കഥ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ഇത് കഴിയുമ്പോൾ പിന്നീട് നോക്കണം. So this story is the story of a man with 17 camels. 17 ഒട്ടകങ്ങളുള്ള ഒരാളുടെ കഥ. ഈ കഥ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അറിയാമോ? ആരെങ്കിലും ഉണ്ടോന്ന്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഇല്ലയോ? ആരോ എന്തോ പറയാൻ ശ്രമിച്ചു. Can you please help me? No sir. വെരി ഗുഡ്. അപ്പൊ പിന്നെ എനിക്ക് നല്ല ഷോ ആക്കാം അല്ലെ? നിങ്ങൾ ആരും കഥ കേൾക്കാത്ത ആളുകളായതുകൊണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാം. ഓക്കെ, അതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ പിന്നെ അല്ലെങ്കിൽ പിന്നെ ബോറിംഗ് ആവും. സോ ആരും കേട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കേൾക്കാത്ത മട്ടിൽ ഇരുന്നിട്ട് എന്നെ സഹായിക്കുക. ഓക്കെ, കഥ ഇതാണ്. ഒരു ആള് ജീവിച്ചിരുന്നു. എനിക്ക് തോന്നുന്നപ്പോ ഇവിടെ വല്ലതായിരിക്കും, ഗൾഫ് കൺട്രീസ് വല്ലതായിരിക്കും. അയാള് ഒരു ധനവാനായിരുന്നു. അപ്പൊ അന്ന് പ്രധാന ധനങ്ങളിൽ ഒന്ന് ഒട്ടകങ്ങളാണ്. അവിടെ ഇവിടെ പശു ഇപ്പോഴും അതല്ലേ, പശുവൊക്കെ വലിയ ധനമായിട്ടാണ് കരുതുന്നത്. അപ്പൊ അമ്മയും അച്ഛനൊക്കെ പറയും, ഞാൻ മരിച്ചാൽ പശു മൂത്തമ്മൾക്കാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. സോ 17 ക്യാമൽസിന്റെ ഒരു കഥ ഇങ്ങനെയാണ്. അയാൾ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. മരണത്തിന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു. 3 പുത്രന്മാരുണ്ട്. 1, 2, 3 പേരാണ് മക്കളുള്ളത്. എല്ലാ ചടങ്ങും സങ്കടമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്വത്തിന്റെ കാര്യത്തിലേക്കാണ് അടുത്തത്. അപ്പൊ എല്ലാവരും വിൽപത്രം എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിരുന്നത് ഇങ്ങനെയാണ്. വീടൊക്കെ മറ്റ് പ്രോപ്പർട്ടിയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ പോകുന്നില്ല, നമുക്ക് ഇതാണ് പ്രധാനം. ഒട്ടകങ്ങള് ഉണ്ടാവും. ഒട്ടകങ്ങളിൽ എത്ര ഒട്ടകമുണ്ടോ അതിന്റെ പകുതി n/2 ആദ്യത്തെ ആൾക്ക് കൊടുക്കണം. അതിന്റെ ഒരു 1/3 അടുത്ത ആൾക്ക് കൊടുക്കണം. അതിന്റെ ഒരു 9/1 മൂന്നാമത്തെ മകനും കൊടുക്കണം. അപ്പൊ ഇയാൾക്ക് വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് വിചാരിക്കാം അല്ലെ, വീടോ വല്ലതും കൊടുത്തിട്ടുണ്ടോ? നമ്മൾ അതിലേക്ക് പോകുന്നില്ല, എന്തെങ്കിലും ആട്ടെ. അങ്ങനെ ആണ് എഴുതി വെച്ചിരുന്നത്. അപ്പൊ ഇതെല്ലാം ചടങ്ങും സങ്കടം ഒക്കെ കഴിഞ്ഞിട്ട് അവർ പോയി നോക്കി എങ്ങനെയുണ്ട്, ഒട്ടകം എടുത്തേക്കാം. അപ്പൊ ചെല്ലുമ്പോൾ 17 ഒട്ടകങ്ങളാണുള്ളത്. 17 camels. നോക്കിയപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 2, നോട്ട് ഡിവിസിബിൾ ബൈ 3, നോട്ട് ഡിവിസിബിൾ ബൈ 9. ആകെ പ്രശ്നമായി, തർക്കമായി അല്ലെ. സ്വത്തിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ മൂത്തയാൾ പറഞ്ഞാൽ എനിക്കൊരു ഒട്ടകം കൂടുതൽ വന്നേരം ഇളയാൾ പറഞ്ഞു എനിക്കല്ലേ തരേണ്ടത്. അടുത്ത ആൾ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഉള്ളതല്ലേ, നിങ്ങൾ ആകെ പ്രശ്നമായി. സോ ദേ വർ നോട്ട് ഏബിൾ ടു സോൾവ് ദിസ് പ്രോബ്ലം. അപ്പൊ അവർ വിചാരിച്ചു എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചപ്പോൾ എല്ലാവരും അവിടെ പറഞ്ഞു, യു ഷുഡ് മീറ്റ്, ദർ ഇസ് എ വൈസ് ഓൾഡ് ലേഡി ഇൻ ദ വില്ലേജ്. പണ്ട് അങ്ങനെ ഉണ്ട്, തർക്കമൊക്കെ പരിഹരിക്കുന്ന ഒരു അമ്മൂമ്മയുണ്ട്, ഒരു മുത്തശ്ശിയുണ്ട്. നിങ്ങൾ അവരെ പോയി കാണുന്നു എന്നാണ് നല്ലത്, തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടാതെ. അവർക്ക് അവരവിടെ പോയി കണ്ടു. ഷീ ലിസൺ ടു ദെയർ സ്റ്റോറീസ്. എന്നിട്ട് ഇത് കേട്ടിട്ട് അവർക്കും ഒരു ഉപായം കിട്ടിയില്ല, അവർക്കൊന്നും മനസ്സിലായില്ല. അവർ പറഞ്ഞു ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് പ്രോബ്ലം, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഐ എം നോട്ട് ഗെറ്റിംഗ് എൻ ഐഡിയ ഓൺ ഹൗ ടു സോൾവ് യുവർ പ്രോബ്ലം. എന്തായാലും ഞാനൊരു കാര്യം, എൻ്റെ തൊഴുത്തിലൊരു ഒട്ടകം നിൽപ്പുണ്ട്, നിങ്ങൾ അതും കൂടി എടുത്തോളാൻ പറഞ്ഞു. ഇവർക്കൊന്നും മനസ്സിലായില്ല. അവരതും കൂടി കൂട്ടി വന്നപ്പോൾ ഇപ്പൊ ആകെ എത്ര ഒട്ടകം ഉണ്ടെന്നറിയാമോ? 18. കാരണം ആ മുത്തശ്ശി അവരുടെ ഒട്ടകം കൂടി ഇവർക്ക് കൊടുത്തു. ശരി, എന്തിനാന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും അവരതൊക്കെ ആയിട്ട് വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇപ്പൊ സംഗതി എളുപ്പമായി എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം 18 എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ ഇപ്പൊ തീരും. ആദ്യത്തെ ആൾക്ക് എത്ര കിട്ടുമെന്നറിയാവോ? ആരെങ്കിലും സഹായിക്കൂ? 10/2. 9 എണ്ണം കിട്ടും. രണ്ടാമത്തെ ആൾക്കോ? 6. ഓ വെരി ഗുഡ്. മൂന്നാമത്തെ ആൾക്ക് 2. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര ഒട്ടം ഉണ്ടെന്ന് നോക്കി. ഇതെല്ലാം കൂടി കൂട്ടണം. 3 അല്ല, n/9 ആണ്. 18 ഡിവൈഡഡ് ബൈ 9 2 അല്ലേ? അപ്പൊ 9 6 15 2 17 ഒട്ടകം. ഒരൊട്ടകം മിച്ചം വന്നു. അപ്പൊ അവരൊരു കാര്യം ചെയ്തു, അത് തിരിച്ച് ആ മുത്തശ്ശിക്ക് കൊണ്ട് കൊടുത്തു. ദിസ് ഇസ് കോൾഡ് പ്രോബ്ലം സോൾവിങ്. മനസ്സിലായെന്ന് തോന്നുന്നു എല്ലാവർക്കും അല്ലെ? ദിസ് ഈസ് കോൾഡ് പ്രോബ്ലം സോൾവിങ്. അവരുടെ തർക്കമൊക്കെ തീർന്നു, ഒരൊട്ടകം മിച്ചം വന്നു, അത് അവർക്ക് തിരിച്ചു കൊടുത്തു. സോ വാട്ട് we would like to see is all the very vibrant and enthusiastic students sitting in THSS. നിങ്ങളെല്ലാം ഭാവിയിൽ ഈ സൊസൈറ്റിയിലെ പലതരത്തിലുള്ള ടെക്നിക്കലാകാം, സോഷ്യൽ ആകാം, കോവിഡ് റിലേറ്റഡ് ആകാം, എന്തൊക്കെയായാലും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഉള്ള ആളുകളായിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവനവന്റെ 18ാമത്തെ ഒട്ടകവുമായിട്ട് വരുന്ന ആളുകളായിട്ട് നിങ്ങളെല്ലാം കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദാറ്റ് വിൽ ഹാപ്പൻ. സോ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ബി വെരി particular in the STEM education, technology for humanity, problem solving. നിങ്ങൾ എങ്ങോട്ട് പോയാലും, ഏത് രംഗത്തേക്ക് തിരിഞ്ഞാലും പ്രോബ്ലം സോൾവിങ്, കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ ആക്ടിവിറ്റീസ്, അത് ഞാൻ പറഞ്ഞു, എക്സ്ട്രാ ആക്ടിവിറ്റീസ് അതൊക്കെ ഡെവലപ്പ് ചെയ്യണം. ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ചിലർ അത്ര കംഫർട്ടബിൾ അല്ലായിരിക്കാം, ഒന്നും വിഷമിക്കേണ്ട. ഈ THSS കയറി ഇറങ്ങുമ്പോൾ യു വിൽ ബി ഗുഡ് ഇൻ ദാറ്റ്. ഇതും വേണം കേട്ടോ, കാരണം നമ്മളെല്ലാം ഫൈനലി ഓൾ ഓഫ് യു ആർ ഗോയിങ് ടു ബി വെരി റെസ്പോൺസിബിൾ ഗ്ലോബൽ സിറ്റിസൺസ്. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതിനുള്ള എല്ലാ സാഹചര്യവും THSS-ലുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് I think this interaction and a formal presentation of the slide ഒക്കെ ഞാൻ നിർത്താൻ പോവുകയാണ്. Now I would like to see some of the questions from all of you. Directly we will start to chat. അതാണ് വേണ്ടത് ഇനി. If you have some questions on education, higher education, ഇപ്പൊ ജോലി ഒക്കെ, കരിയർ ഒക്കെ, it depends on your knowledge upgradation. എല്ലാവരും ഇനി NEP എഡ്യൂക്കേഷൻ പോളിസി ഗവൺമെന്റ് സ്ലോയിലാണ് നടപ്പിലാക്കുന്നെങ്കിലും ഇതിനൊരു തടസ്സമില്ല. യു ക്യാൻ ലേൺ കോഴ്സസ് ഫ്രം അക്രഡിറ്റഡ് ഏജൻസീസ് ആൻഡ് ഗെറ്റ് സർട്ടിഫൈഡ്. ഐ വാസ് അറ്റൻഡിങ് എ മീറ്റിംഗ് ഓഫ് ദി പ്ലേസ്മെന്റ് ഓഫീസേഴ്സ് ഹോസ്റ്റഡ് ബൈ ഇൻഫോസിസ്. അവർ പറയുന്നത് ഇനി ക്യാമ്പസിലൊന്നും പോയി പ്ലേസ്മെന്റ് നടത്തുന്നില്ല, കോവിഡും കൂടിയാണ് എന്തായാലും. ദേ വിൽ ഫ്ലോട്ട് സം ഹാക്കത്തോൺ. ഓൺലൈനായിട്ട് ആർക്ക് വേണമെങ്കിലും കയറാം. ഞങ്ങൾ ചില കോഴ്സുകളൊക്കെ അതിനകത്ത് തന്നിട്ടുണ്ട്, അത് സ്വയം പഠിക്കുക, സർട്ടിഫിക്കേഷൻ നേടുക. ഞങ്ങളുടെ എടുക്കുന്ന സർട്ടിഫിക്കേഷൻ, ഇൻഫോസിസിന്റെ സർട്ടിഫിക്കേഷൻ റൈവൽസ്, അവരുടെ എതിരാളികൾ അല്ലെങ്കിൽ മത്സരമുള്ള TCS അടക്കം ബാക്കിയുള്ളവർ അംഗീകരിക്കും. കാരണം ഇൻഫോസിസ് ഒരു കോഴ്സ് പഠിച്ചാൽ നല്ലതായിരിക്കും മറ്റവർക്ക് അറിയാം. അപ്പൊ ഈ പ്ലേസ്മെന്റിനൊക്കെ ഇനി നോക്കാൻ പോകുന്നത് ഇങ്ങനെ എത്ര സർട്ടിഫിക്കേഷൻ, അഡീഷണൽ സ്കിൽസ്, നോട്ട് ഓൺലി ഇൻ ടെക്നോളജി, ഇൻ ഹ്യൂമാനിറ്റി, ഇൻ എത്തിക്കൽ തിങ്കിങ്, ഇൻ ആർട്സ്, എല്ലാത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസനമുള്ള ഒരാള് അല്ലെങ്കിൽ ലേണിംഗ് സ്കില്ലുള്ള ഒരാളെയാണ് അവര് നോക്കുക. അപ്പൊ അവർ പറഞ്ഞത് ഇങ്ങനെ സർട്ടിഫിക്കേഷൻ നേടുന്ന ആൾക്കാരുടെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഒരു പെർമനന്റ് അക്കൗണ്ടിൽ ഉണ്ടാവും. ഇത് ABC തന്നെ, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. അത്രയും നല്ല ക്രെഡിറ്റ് ഉള്ള ആൾക്കാരെ ഞങ്ങൾ നേരിട്ട് HR ഇന്റർവ്യൂ വിളിക്കും. അവരെ വേറെ ടെസ്റ്റിനൊന്നും വിടില്ല, എന്നിട്ട് ജോലി കൊടുക്കുന്നതാണ്. സോ ദിസ് ഇസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എസ്പെഷ്യലി ഇൻ ദി പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് സജ്ജരാകാൻ ഈ THSS നിങ്ങളെ സഹായിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ 1.5 മണിക്കൂർ കൂടുതൽ പാടില്ല. ഈ ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ പ്രസന്റേഷൻ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. നൗ വി ക്യാൻ ഗോ ഫോർ ഇന്ററാക്ഷൻസ്. ഷെയറിംഗ് ഒക്കെ വേണമെന്ന് വെച്ചേക്കാം. സോ നൗ ഇറ്റ്സ് എ friendly platform where anybody can ask questions, etc. എന്തെങ്കിലും ചോദിച്ചോളൂ. എനിക്ക് അറിഞ്ഞൂടാ, പേരൻസ് ആരെങ്കിലും ഇരിക്കുന്നുണ്ട് അവർക്കും ചോദിക്കാം ഓൺ ഹയർ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ THSS-ലെ തന്നെ മറ്റു കാര്യങ്ങളെ കുറിച്ച്. കുറച്ചുപേര് വീഡിയോ ഒക്കെ ഓണാക്കിയാൽ നല്ലതാണ്. ഇനിയിപ്പോൾ അല്പം നമ്മൾ ബഹളത്തിനുള്ള ഒരു സമയമാണ്. വി ക്യാൻ ടോക്ക് ടു ഈച്ച് അതർ എല്ലാം. യെസ്, എന്താണ് ഒന്ന് ആക്റ്റീവ് ആയിക്കേ. ഇവരൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണമല്ലോ. യെസ്, ലളിത താരാം.
Thank you for switching on your camera. Good morning. Yes, Abhijit, Anthony, Sajo. Good. Yeah, basically we would like to see all the handsome and beautiful guys. You can turn on your camera, I think. അതാണ് അതൊന്ന് ഓൺ ചെയ്യൂ. And if you have some questions, എന്തെങ്കിലുമൊക്കെ THSS കുറിച്ചോ, അപ്പൊ ചിലർ വിചാരിക്കും ഇത് ശരിയായോ അബദ്ധമായോ നന്നായോ ഒത്തിരി സംശയം ഉണ്ടാവും. You can ask such questions also. നമ്മുടെ ഒരു 45 കുട്ടികൾ ഇവിടെ തന്നെ ജോയിൻ ചെയ്തായിരുന്നു. Okay. 50-ല് 45 ഇവിടെ തന്നെ ജോയിൻ 8 മുതലുള്ളവരില്ലേ. Okay. Very good. അപ്പൊ പ്രിൻസിപ്പാൾ അവിടെ ഇരിക്കുന്നത് ഓർത്ത് നിങ്ങൾ ഒന്നും അയ്യോ ഞാൻ മാറിത്തരണമെങ്കിൽ ഞാൻ മാറിത്തരാം. എനിക്ക് നിങ്ങളെ എനിക്കും കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ട് പിന്നെ രാജേഷ് സാറിന് എന്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഒരുപാട് കാലായി. വെറുതെ ഇങ്ങനെ കേട്ടു ഞാൻ തിങ്ക് ഓഫ് മീ ആസ് എ വെരി ഫ്രണ്ട്ലി ടീച്ചർ. കർശനമായ ചില ചിട്ടകൾക്ക് മാത്രമേ ഞാൻ കർശനമായിട്ട് പിടിക്കാറുള്ളൂ. അല്ലാത്ത പക്ഷമൊക്കെ നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനാണ് ഇഷ്ടം. Yes. Okay, if you have any questions on future സാർ courses, ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞത് കേട്ടില്ല. സാർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? പരാസത്ത് ചോദിച്ചിരിക്കുന്നു. എന്താണ് യൂട്യൂബിൽ നിന്നുള്ളതാണോ സാർ ഇപ്പൊ? അല്ലല്ല, ഈ സൂമില് തന്നെ ചോദിച്ചിരിക്കുന്നതാ. അതൊക്കെ എന്ത് ചെയ്യുന്നു സാറ്? എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാമോ? സോ ആ ചോദ്യം ഒന്നുകൂടി വിപുലീകരിച്ച് ചോദിക്കാമോ? വീഡിയോ ഓൺ ആക്കിയിട്ട് ചോദ്യം എന്താണ് ചോദിച്ചതെന്ന് മനസ്സിലായില്ല. ഫർസാത്ത്. ഓക്കെ. ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് ക്വസ്റ്റ്യൻ? ഞാൻ ചോദിച്ചത് സാർ ഇപ്പൊ എന്ത് ചെയ്യുന്നു, എന്താണ് ഇപ്പോ നിലവിലെ ജോലി? ഓക്കെ. അപ്പൊ എനിക്ക് ഈ പോസ്റ്റർ കണ്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? സോ ഐ എം കറന്റ്ലി വർക്കിംഗ് വിത്ത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്, അസോസിയേറ്റ് പ്രൊഫസറാണ്. സോ ഐ സ്റ്റഡീഡ് ഇൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇറ്റ്സെൽഫ്. I belongs to the second batch of that college. പിന്നെ MTech from NIT Calicut പഠിച്ചു. പിന്നെ PhD from Cochin University. Now anyway, I am working with Model Engineering College. So that also come under the IHRD, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. That way also we are connected. ഇനി എന്തെങ്കിലും ഇതിനെ കുറിച്ചോ കോഴ്സിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ സംശയങ്ങൾ ചോദിക്കാം. പ്ലേസ്മെന്റിനെ കുറിച്ച്, പ്ലേസ്മെന്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളത്. പൈത്തണിനെ പറ്റി പറഞ്ഞു തന്നിട്ട് പൈത്തൺ സ്റ്റഡി ചെയ്യാനുള്ള ഓൺലൈൻ ഓൺലൈൻ ചുമ്മാ ഗൂഗിളിൽ കയറിയിട്ട് ഓൺലൈൻ കോഴ്സസ് സെർച്ച് ചെയ്താൽ മതി. ചില സൗജന്യ കോഴ്സുകളുണ്ട്, പക്ഷെ 1-2 വളരെ പ്രധാനപ്പെട്ടാണ്. കോഴ്സേര ഒരെണ്ണത്തിന്റെ പേരാണ്. പിന്നെ ഉഡമി, ഇതൊക്കെ അംഗീകൃത സൈറ്റുകളാണ്. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യാം ചാറ്റിൽ അല്ലേ, ചാറ്റ് നോക്കിക്കോളൂ. അപ്പൊ അതിൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മുടെ 11-12 പൈത്തണിന്റെ ബേസിക്സ് ഉണ്ട് സിലബസില്. ഓക്കെ. ഇങ്ങനെയൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ. അപ്പൊ നിങ്ങൾക്ക് ആ സൈറ്റിൽ എത്താൻ പറ്റും. തന്നെ രജിസ്റ്റർ ചെയ്യാം. പൈസ അടയ്ക്കണം. ചിലതിന് വളരെ കുറച്ച് പൈസകളൊക്കെ ഉള്ളൂ, 500 രൂപ 300 രൂപ. കോവിഡ് ആയതുകൊണ്ട് എല്ലാത്തിനും കൺസെഷൻ ഉണ്ട്. അംഗീകൃത സ്ഥലത്തിനെ പഠിക്കാവുള്ളൂ എല്ലായിടത്തും. പിന്നെ വെറുതെ യൂട്യൂബിൽ ധാരാളം ആളുകൾ, നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പഠിക്കാനത് ഉപയോഗിക്കാം. പക്ഷെ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ ഈ അംഗീകൃത സ്ഥലത്ത് പോകണം. അത്രേ ഉള്ളൂ. പഠിക്കുന്നതിന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനും ഇവിടെ നമ്മൾ ആരെങ്കിലും എടുക്കണമെങ്കിൽ നല്ല യൂട്യൂബ് ഉണ്ടല്ലേ അപ്പുറം. അത് ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. അതാണ് ടെക്നോളജിയുടെ ഗുണം. അപ്പൊ എല്ലാ ടീച്ചർമാരും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ചോദ്യം ചോദിക്കണം എന്നാണ് ടീച്ചർമാരോട് എനിക്ക് പറയാനുള്ളത്. വാട്ട് ആർ ദ റീസൺസ് ബൈ വിച്ച് ദ സ്റ്റുഡന്റ് ഷുഡ് സിറ്റ് ഇൻ യുവർ ക്ലാസ്? അപ്പൊ അത് കൂടുതൽ അട്രാക്റ്റീവ് ആക്കണം ടീച്ചേഴ്സ്. എല്ലാ സ്ഥാപന മേധാവിയോട് ചോദിക്കേണ്ടത് വാട്ട് ആർ ദ റീസൺസ് ബൈ വിച്ച് സ്റ്റുഡന്റ് ഷുഡ് ജോയിൻ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിക്കോസ് അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ഡൂയിങ് എ സ്മാർട്ട് വർക്ക് അല്ലേ? ശരിയാണ്. അപ്പൊ അത് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനുള്ള സാധനങ്ങളൊക്കെ THSS-ലുണ്ട്. ഇവിടെ സലീന ടീച്ചർ കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഞാൻ ആഡ് ഓൺ കോഴ്സസും കൂടി കൊടുക്കുന്നുണ്ട് സാറേ. റോബോട്ടിക്സ് അങ്ങനെ കുറെ ഒരു സെക്ഷൻ 4 കോഴ്സ് വീതം ഇവർക്ക് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ അവിടെ കൂടുതൽ ഇൻഫർമേഷൻ അവിടെ നിന്നും കിട്ടും.
എനിവേ കുറച്ചെണ്ണം ഞാനിവിടെ 3-4 പറഞ്ഞിട്ടുണ്ട്. അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. ഞാൻ വേറൊരു കാര്യം കൂടി അനൗൺസ് ചെയ്യാം വേണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് ലോഞ്ച് ചെയ്യുകയാണ്. ഇൻഫോസിസുമായിട്ട് ചേർന്നിട്ട് ഞാനാണ് അതിൻ്റെ പ്രോജക്റ്റ് ലീഡ് ഇൻ ദി കേരള സ്റ്റേറ്റ്. ഞങ്ങളുടെ IEEE എന്ന് പറയുന്ന സംഘടന ഈ കോഴ്സുകളെല്ലാം സൗജന്യമായിട്ട് കുട്ടികളിൽ എത്തിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഇൻഫോസിസ് സ്പ്രിംഗ് ബോർഡ്. ആ പ്രോഗ്രാമിന്റെ പേര് ഈ സ്പ്രിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദെയർ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു സാമൂഹ്യ ഉത്തരവാദിത്തം ഇൻഫോസിസ് അവരൊരു 100 കോടി രൂപ അതിനായിട്ട് മാറ്റി. ഇതെല്ലാം സൗജന്യമായിട്ട് തരും. ഞാൻ സ്കൂൾ കുട്ടികളെയും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതിന് ഇൻഫോസിസ് പച്ചക്കറി കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. ദി എൻറ്റയർ THSS. സോ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്ത് ഡീറ്റെയിൽസ്. രജിസ്റ്റർ ചെയ്യാം, പങ്കെടുക്കാം. അപ്പൊ ഈ ഞാൻ പറഞ്ഞ കോഴ്സുകളെല്ലാം പൈസ കൊടുക്കണം. അതെല്ലാം ഇൻഫോസിസ് മേടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരും. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ പ്രോഗ്രാം നടക്കും. Selina teacher and other principals, please do remember that I can make THSS a part of that network. IEEE. അപ്പൊ IEEE എന്താണെന്ന് പരിചയപ്പെടാൻ പറ്റും, ഇത് പഠിക്കാനും പറ്റും. ഇപ്പൊ വളരെ അത്യാവശ്യമായിട്ട് പഠിക്കണം തോന്നുന്ന ആൾക്കാർ ചെറിയ പൈസ കൊടുത്ത് പഠിക്കണം. കാരണം ഇതൊക്കെ നല്ല പഠിച്ച് റിസർച്ച് ചെയ്ത് അവർ ചെയ്താണ്. അവർക്കിപ്പോൾ ജീവിച്ചു പോകണം. നല്ലതാണ്, നല്ല സ്ഥലത്ത് നിന്ന് പഠിക്കാം. ഇതൊക്കെ സൗജന്യമായിട്ടും തരാം ഉടനെ തന്നെ ത്രൂ സ്പ്രിംഗ് ബോർഡ്. താങ്ക് യു സാർ. താങ്ക് യു ജോയ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചോദിച്ചോണം. ഓൺ THSS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെ മറ്റു കോഴ്സ്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, കോളേജിലായതുകൊണ്ട് IoT പഠിക്കണം. മുഹമ്മദ് ബിഹാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, IoT പഠിക്കാൻ ഏത് എഞ്ചിനീയറിംഗിന് പോകണം എന്നുള്ളതാണ്. ഇപ്പൊ ഇത് വന്നിട്ടുള്ള നമ്മുടെ ഈ ചാറ്റിന്റെ പ്രത്യേകത ഒരു ഇതാണ് അല്ലെ, മംഗ്ലീഷ് ആണ്. വെരി ഗുഡ്. ഓക്കെ, യു ഷുഡ് ലേൺ ഇംഗ്ലീഷ് ഓൾസോ. അതും ചെയ്തോണം കേട്ടോ. ഓക്കെ, മുഹമ്മദിന്റെ ചോദ്യം നല്ലതാണ്. IoT പഠിക്കണമെങ്കിൽ ഏത് എഞ്ചിനീയറിംഗിന് പോകുന്നതാണ്. ഇതൊരു ഇച്ചിരി പ്രയാസമുള്ള ഒരു ചോദ്യമാണ്. കാരണം ഏത് എഞ്ചിനീയറിംഗിന് പോയാലും IoT വേണം എന്നുള്ളതാണ് തിരിച്ചുള്ള കാര്യം. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിന് പോയാലും IoT വേണം. കാരണം ബിൽഡിങ്സ് ഒക്കെ വളരെ സ്മാർട്ടാണ്. അവിടെയൊക്കെ സെൻസറുകൾ വെച്ചിരിക്കുന്നു, ഫയർ അലാംസ്. എന്തിന് നിങ്ങൾ പോയാലും ഇത്തരം ചില ടെക്നോളജികൾ, കമ്പ്യൂട്ടിംഗ്, ഇലക്ട്രോണിക്സ്, IoT എല്ലായിടത്തും ആവശ്യമാണ്. അപ്പൊ ബേസിക് ചോദ്യം മുഹമ്മദിന്റെ ചോദ്യം ഞാനൊന്ന് തിരിക്കും. IoT പഠിക്കാനായിട്ട് ഒരു എഞ്ചിനീയറിംഗിന് പോകണ്ട. ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആണോ മുഹമ്മദിന് ഇഷ്ടം അതിൽ പോവുക. അവിടെ IoT ഉണ്ടായിരിക്കും, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. പല സബ്ജക്ട്സും ഇപ്പൊ ഇന്റർ ഡിസിപ്ലിനറിയും എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അതിലൊന്നാണ് കോഡിംഗ്. കോഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് മലയാളത്തിൽ എഴുതാൻ അറിയാമെന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ് ഈസ് എ ബേസിക് റിക്വയർമെന്റ് ആയി മാറുകയാണ് കോഡിംഗ്. അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പൊ ഈ മൊബൈൽ സാക്ഷരത വളരെ അത്യാവശ്യമാണ്. വീട്ടിൽ മൊബൈൽ മേടിച്ചാൽ നിങ്ങളുടെ കയ്യില തരിക അച്ഛനും അമ്മയും. എടാ ഇതൊന്ന് ശരിയാക്കിയിട്ട് 5-6 പേര്, അവർക്കൊക്കെ 5-6 പേരുടെ ഫോൺ നമ്പറേ ഉള്ളൂ. അത് സ്റ്റോർ ചെയ്തിട്ട് എനിക്ക് തിരിച്ചു തരാൻ പറയും. കാരണം ആർക്കും അറിഞ്ഞൂടാ. അത് ഒരു ബേസിക് സ്കില്ലാണ്. എന്ന് പറഞ്ഞതുപോലെ ഏത് എഞ്ചിനീയറിംഗ് ശാഖയിലും IoT ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ലോകമാണ്. കാരണം ഓട്ടോണമി ഉള്ള അല്ലെങ്കിൽ ഓട്ടോണോമസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് മുതൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരെ എല്ലാത്തിലും നമുക്ക് IoT പഠിക്കേണ്ടി വരും. മുഹമ്മദ്, സന്തോഷമാണോ ഉത്തരത്തിൽ? അല്ലെങ്കിൽ ഇനി ചോദിക്കാനുണ്ട് പറഞ്ഞോളൂ. മിഹാൽ. സാറേ, അപ്പൊ IoT അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ എന്ത് ചെയ്യണം? IoT അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് അതൊരു IoTയിൽ ഒരു ഡിഗ്രി പ്രോഗ്രാമോ ഡിപ്ലോമ പ്രോഗ്രാമോ ഒന്നും ഇപ്പൊ ഇല്ല. അതിന്റെ ആവശ്യം ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മെയിൻ എഞ്ചിനീയറിംഗ് ആണ് ഇഷ്ടമെങ്കിൽ അത് പഠിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ വിവിധ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ. IoTയിൽ വളരെ താല്പര്യമുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ കിട്ടും. ഇപ്പൊ ടീച്ചർ പറഞ്ഞ റോബോട്ടിക്സിലെ കോഴ്സ് ഉണ്ടെന്ന്, അതുപോലെ IoTയിലെയും അംഗീകൃത കോഴ്സുകളുണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ അത് പഠിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം ഒരു അലങ്കാരമാണ്, ടാഗാണ്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, ബിടെക് ആകാം, വേറെ ഏതെങ്കിലും ഡിഗ്രി ആകാം. കൂടെ ഇങ്ങനെ സർട്ടിഫിക്കേഷൻ കൂടി ഉള്ളപ്പോഴാണ് നിങ്ങളെ ആൾക്കാർ ജോലിക്ക് എടുക്കുക. ഇനി ഭാവിയിൽ അപേക്ഷിക്കൊന്നും വരില്ല. നിങ്ങൾക്ക് എല്ലാം ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാവിയിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയി കഴിയുമ്പോൾ യു ഷുഡ് ഹാവ് എ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓൾസോ. അത് തമാശക്കുള്ള സ്ഥലമല്ല. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ട്രോളും എല്ലാം ഉള്ള സ്ഥലമാണ്, തമാശ സ്ഥലമാണ്. പക്ഷെ ലിങ്ക്ഡിൻ ഈസ് എ വെരി സീരിയസ് പ്ലേസ് വേർ യു ക്യാൻ പ്രൊജക്ട് യുവർ സെൽഫ്. അപ്പൊ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ കണ്ടിട്ട്, അത് ഡാറ്റ അനലിറ്റിക്സ് ആണ്. പിന്നെ നിങ്ങളെ കമ്പനികൾ അങ്ങോട്ട് വിളിക്കും, കൊള്ളാം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പോരെ ഞങ്ങൾക്ക് ഇവിടെ ജോലി ഉണ്ടെന്ന് പറയും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അപേക്ഷ അയക്കലൊന്നുമില്ല. അപ്പൊ അങ്ങനെ അതാണ് അഡീഷണൽ കോഴ്സുകൾ നേടുക. മുഹമ്മദ്.
താങ്ക് യു സർ. Is it okay, Mohammed? മനസ്സിലായി സാറേ. ഓക്കെ. Okay, thank you. Anybody else? ഒന്നും സംശയം വെച്ച കാരണം നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ മോഡൽ എഞ്ചിനീയറിംഗിലോ വേറെ സ്ഥലത്തോ അല്ലെ മറ്റ് ഡിഗ്രി പ്രോഗ്രാമിലോ UC കോളേജ് we can ask any questions based on such things also. പുറത്തോട്ട് പോവില്ലേ അങ്ങനെ വേറെ കൺട്രിയിലോട്ട് ജോലിക്ക് പോവില്ലേ? വേറെ കൺട്രിയിലോട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോ ഏത് കോഴ്സ് എടുത്താല കൂടുതൽ ചാൻസ് ഉള്ളത്? ഇപ്പൊ 4 year പ്ലാൻ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഡിഗ്രി ആ ഒരു ബേസില് മുറിഞ്ഞെങ്കിൽ എനിക്ക് ഏകദേശം മനസ്സിലായി. ഞാൻ പറയാം. രണ്ടൂന്ന് അപ്രോച്ച് ഉണ്ട്. ചിലർ വിചാരിക്കുന്ന +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് വിദേശത്ത് പോയി പഠിക്കാവുന്നതാണ്. പറ്റും, പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആണ്. അത് ചെയ്യരുതെന്നാണ് പറയുക. അതൊരു 10-60 ലക്ഷം രൂപയൊക്കെ ചിലവാകും. അത് നമുക്ക് പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് വളരെ നല്ല ഡിഗ്രി പ്രോഗ്രാം ഇന്ത്യയിൽ എടുത്തിട്ട് 2 രീതിയിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ വാഷിംഗ്ടൺ അക്കോർഡൊക്കെ കാരണം നമ്മുടെ ഡിഗ്രിക്ക് നല്ല വിലയുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒരു ടെസ്റ്റ് ഒക്കെ എഴുതണം. അതൊക്കെ ഡിഗ്രി കഴിയുമ്പോൾ സ്വാഭാവികം യു വിൽ ബി എക്സ്പെർട്സ് ഇൻ ദാറ്റ്. എന്നിട്ട് ഹയർ സ്റ്റഡിക്ക് ആയിട്ട് പോവാം. പിന്നെ നിങ്ങൾക്കറിയാം സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി അടക്കം പല ഇൻഡസ്ട്രിയിലും കയറുന്ന ആൾക്കാർ ഓൺ സൈറ്റ്, അവിടെ നിന്ന് പ്രോജക്റ്റ് അവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് വിടും. അങ്ങനെ പോയിട്ട് വരാത്തവരും ഉണ്ട്. അപ്പോൾ ഒരു അവസരമാണ് അവിടെയൊക്കെ കാണാനും ജോലി ചെയ്യാനും. അങ്ങനെ പോകാം. അതല്ലെങ്കിൽ അവിടെ തന്നെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സിറ്റിസൺ ആയിക്കൊണ്ട് ജോലിക്ക് പോകാം. എന്തായാലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത്തരത്തിൽ കടന്നു പോകുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഡിഗ്രി ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എടുക്കാവുന്നത് എഞ്ചിനീയറിംഗ് തന്നെയാണ്. 4 വർഷ BTech BE പ്രോഗ്രാമാണ്. മറ്റു പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. എനിക്കറിയാം, എനിക്കൊരു സുഹൃത്തുണ്ട് US. വാട്ട് ഹീസ് ഡൂയിങ് ഇസ് ഹീസ് എ സോഷ്യൽ വർക്കർ. MSW കഴിഞ്ഞിട്ട് ആൾക്കാരെ കൗൺസിലിംഗ്. കാരണം അമേരിക്കയിലൊക്കെ ഭയങ്കര ജീവിത ടെൻഷൻ, അതായത് ആൾക്കാരെ ഉപദേശിച്ചെന്ന് വേണം മലയാളത്തിൽ പറയാം. എല്ലാ ജോലിക്കും ആളെ ആവശ്യമുണ്ട്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ അല്ലെ, ടീച്ചർമാരൊക്കെ ചെയ്യും. നിങ്ങൾ ഉപദേശിച്ച് കൊളാക്കിക്കളയും ഇവരെല്ലാവരും കൂടി ചില സമയത്ത്. ഞങ്ങളുടെ ഒരു പ്രധാന ജോലി അതാണ്, ഉപദേശിച്ച് നിങ്ങളെ ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ജോലിക്കും എല്ലാം ശരിക്കും പറഞ്ഞ ആവശ്യമുണ്ട്. നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളെ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങക്കാരനായിരിക്കും. ഡിഗ്രിക്കാരനൊക്കെ ഇഷ്ടംപോലെ കിട്ടും അല്ലെ. അപ്പൊ സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ജോയിയുടെ ചോദ്യത്തിന്റെ ഒരു ഉത്തരം എളുപ്പമുള്ള ഒരു കാര്യം BTech ആയിരിക്കും പുറത്തേക്ക് പോകാൻ. പല ഓപ്ഷനിൽ ഒന്നതാണ്. പിന്നെ വിവിധ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഫൈനാൻഷ്യൽ രംഗത്ത് ലോ, IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ലോ സ്പെഷ്യലൈസ്ഡ് ഇൻ IPR, അങ്ങനെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ വളരെ വിശാലമായിട്ട് ചിന്തിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യണം. പിന്നെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കടന്നു പോയിട്ടുള്ള ആൾക്കാരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. പുറത്തേക്ക് മുമ്പ് പോയിട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കളോ ശത്രുക്കളായാലും കുഴപ്പമില്ല, അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. നെറ്റ്വർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കൊരു ഈ കുട്ടികളോട് റിക്വസ്റ്റ് വന്നതാ. അവര് ശരിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. അത് കുറെ നെറ്റിൽ സെർച്ച് ചെയ്യുകയും നിങ്ങളുടെ പരിചയമുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് എന്താണ് താല്പര്യം എന്ന് ഇപ്പോഴേ നിങ്ങൾ പതുക്കെ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ 12 പരീക്ഷ കഴിഞ്ഞിട്ടല്ല നിങ്ങൾ തീരുമാനിക്കുക. അതിനുള്ള സാഹചര്യം THSSലുണ്ട്. യു ഹാവ് ഡിഫറെന്റ് ക്ലബ്സ്. ടെക്നിക്കൽ ക്ലബ് ഉണ്ടാവും, ഒന്നുമില്ലാത്ത പ്രകൃതി സ്നേഹികളുടെ ക്ലബ് ഉണ്ടാവും. എല്ലാത്തിലും ഒന്ന് തലവെക്കണം. അങ്ങനെ വരുന്ന ആൾക്കാരെ നമുക്ക് കോളേജിൽ പ്രത്യേകം കാണാൻ പറ്റും. പ്ലേസ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം പഠിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ചിലപ്പോൾ കൃഷി ശാസ്ത്രജ്ഞനാകാനായിരിക്കും. ഈ കമ്പ്യൂട്ടറും ടെക്നോളജിയും കൂടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളത് ചെയ്യുമ്പോൾ അതായിരിക്കും ഭാവിയിൽ വേണ്ടത്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ 2 വർഷം. ടെക്നിക്കൽ സ്കൂൾ നേരെ എഞ്ചിനീയറിംഗ് ഒരാൾ ചിന്തിക്കേണ്ട, എല്ലാവരും എഞ്ചിനീയർമാരാകുക വേണ്ട. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് ദ ഓൺലി ഓപ്ഷൻ. പല ഓപ്ഷനിൽ ഒന്ന് മാത്രമാണത്. അപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്ക് ടീച്ചറെ ആൾക്കാർക്ക് വിശക്കാൻ തുടങ്ങി, ഇങ്ങനെ നിർത്താറായില്ല എന്ന് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഒരു താങ്ക് യു സാറിനോടൊന്ന് പറയാം. ആരാണ് മുന്നോട്ട് വരിക? Thank you, sir. Yes, Abhijit. Yes, good. Sir, thank you. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും
വളരെയധികം താങ്ക് യു. സെലീന മാമിനും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നതിനും താങ്ക് യു. Okay. Thank you. Abhijit, you can continue. സാർ ഈ ഇലക്ട്രോണിക് എഞ്ചിനീയറിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? രണ്ട് ഈ ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോണിക്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിന് ഇപ്പൊ ഏറ്റവും തിരക്ക് കമ്പ്യൂട്ടറിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജോബ് മാർക്കറ്റ് അങ്ങനെയാണ്. പക്ഷെ ഇലക്ട്രോണിക്സ് പോലെയുള്ള ബ്രാഞ്ചിൽ നിന്നും ഒരേപോലെ ഇപ്പം ഈ മോഡൽ കോളേജിലൊക്കെ ആണെങ്കിൽ രണ്ടിനും ഒരേ തരത്തിലുള്ള ജോലി കിട്ടുന്നുണ്ട്. ഇലക്ട്രോണിക്സുകാരും കുറച്ചധികം ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത ജോലിക്ക് പോകുന്നുണ്ട്, IT ജോലിക്ക്. ഇലക്ട്രോണിക്സ് കുറച്ചുകൂടി വിശാലമായ ബ്രാഞ്ചാണെന്ന് ഞാൻ പറയും. ഈ നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് വെച്ചാൽ ഡിഗ്രി തലത്തിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ട് ബിടെക് ഇൻ റോബോട്ടിക്സ് എടുക്കരുത്. അങ്ങനെ എടുത്താലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃത്യം അതിൽ തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ പരിമിതി നേരിടും. ബിടെക് തലത്തിൽ അല്ലെങ്കിൽ ബിരുദ തലത്തിൽ, അത് ഡിഗ്രിക്ക് പോയാലും കുറച്ച് വിശാലമായിട്ട് നിൽക്കുക. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനെ എടുക്കാവുള്ളൂ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് എന്നൊക്കെ കോഴ്സ് ഉണ്ട്, അതെടുത്താൽ ചിലപ്പോൾ അതിൽ തന്നെ ജോലി കിട്ടണം. മറ്റേതാണെങ്കിൽ ഇപ്പൊ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലാണ് താല്പര്യം, അങ്ങോട്ട് പോവാം. MTech എടുക്കാനും പോവാം, ജോലിക്കും പോവാം. ഇനി കോർ ഇലക്ട്രോണിക്സ് ആണ് താല്പര്യം, അങ്ങനെ പോവാം. ഈ ഇലക്ട്രിക്കലാണ് പഠിക്കണമെങ്കിൽ അങ്ങനെ പോവാം. അങ്ങനെ ഇതെല്ലാം ബേസിക്സ് അവിടെ കിട്ടുകയാണ്. അപ്പൊ അത്തരത്തില് ഏതെങ്കിലും തിരഞ്ഞെടുക്കുകയും പയ്യെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് 2ാം ഘട്ടത്തിൽ ജോലിക്കോ ഉന്നത പഠനത്തിനോ പോകുമ്പോൾ ഫോക്കസ് ചെയ്യുകയും കൂടെ ഞാൻ നേരത്തെ ജോയിയോട് പറഞ്ഞ പോലെ ചില സർട്ടിഫിക്കേഷൻസുകൾ നേടിക്കൊണ്ട് നിങ്ങളുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട്, ഞാനൊരു അടിസ്ഥാനപരമായ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, പക്ഷേ ഐ നോ പ്രോഗ്രാമിംഗ്, ഐ നോ പൈത്തൺ, ഐ നോ IoT എന്നുള്ള പ്രൂവ് ചെയ്യുക ഈ സർട്ടിഫിക്കേഷൻ. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പം ഉള്ള താല്പര്യങ്ങളൊന്നും ആയിരിക്കില്ല 4 വർഷം കഴിയുമ്പോൾ, അല്ലെ 2 വർഷം THS കഴിയുമ്പോൾ മാറും. പണ്ട് നമുക്ക് എല്ലാം അറിയാം, നമ്മൾ ആദ്യം വിചാരിച്ച് ബസ് ഡ്രൈവർ ആകണമെന്നാണ്. കാരണം നമ്മൾ കണ്ട ഏറ്റവും വീരൻ അങ്ങാരാണ്. പിന്നെ കുറച്ച് നടക്കാനും പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ വിചാരിച്ചു പോലീസ് ആകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചു. അപ്പൊ അത് മാറിക്കൊണ്ടിരിക്കും എക്സ്പീരിയൻസ് അനുസരിച്ച്. അപ്പൊ എക്സ്പോഷർ ഉണ്ടാക്കുക, അടിസ്ഥാനപരമായിട്ടുള്ള Okay. Okay, then I think we can close the session. Yeah. Thank you. I mean, I think anyone who wants to say thank you again. If not, let's all give a big hand and stop the session. Because നമ്മുടെ ഭാഗത്തുനിന്ന് സാറിന് എന്തെങ്കിലും വേണ്ടേ അല്ലേ? എല്ലാവരും താങ്ക് യു 2 പേരുടെ അടുത്ത് സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ പറയാം. ഓക്കെ. നമ്മൾക്ക് ഇത്രയും നല്ല ക്ലാസ് തന്ന രാജേഷ് സാറിന് എന്റെ പേരിലും എന്റെ സ്കൂളിന്റെ പേരിലും എല്ലാ അധ്യാപകരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. Thank you. Thank you, Joy. Thank you. Great job. Good job. നമ്മുടെ കുട്ടികള് കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്യാനും ആക്റ്റീവ് ആകാനും ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഈ അവസരത്തിൽ ഞാൻ അതുകൂടി ഓർമ്മിക്കുകയാണ്. ആൻഡ് ഫ്രം മൈ പാർട്ട്, താങ്ക് യു രാജേഷ്, താങ്ക് യു സോ മച്ച് ഫോർ blending so many things together. Your class was actually a very informative session, but I want you again for specifically for electronics that we'll have to sit and what is it, analyze. That will definitely do. Thank you very much. Yeah, this was thank you so much. So I think we can leave. Yeah, so I will end the meeting from my side. Thank you very much. Thank you. Patient listening. It was great. Amazing. Thank you. Bye. See you. Bye.